ബാക്കിയുള്ളവരൊക്കെ പോയി. ഉറ്റവരും സുഹൃത്തുക്കളും ഒരുപാട് പേരുണ്ട്, മറക്കാൻ പറ്റൂല. പന്ത്രണ്ടരോടുകൂടെ കരഞ്ഞ് വിളിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. സാറേ, വെള്ളം തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് വിളിച്ച്. നമസ്കാരം. മുണ്ടക്കൈ ദുരന്തത്തിന് ശേഷം ഭരണകൂടത്തിന് മുന്നിലെ ഏറ്റവും വലിയ വെല്ലുവിളി രക്ഷപ്പെട്ടവരുടെ ഉൾപ്പെടെയുള്ള പുനരധിവാസമാണ്. കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്തുണ്ടായ വ്യത്യസ്ത ഉരുൾപൊട്ടൽ ദുരന്തങ്ങളിലെ പുനരധിവാസ പ്രവർത്തനങ്ങളുടെ നിലവിലെ സ്ഥിതി എന്താണ്? ആ ദുരന്തങ്ങൾക്ക് ശേഷം നാം പഠിച്ച പാഠങ്ങൾ എന്തൊക്കെയാണ്? സ്വാഗതം. സ്പെഷ്യൽ എഡിഷനിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി CPM വക്താവ് KT കുഞ്ഞിക്കണ്ണൻ, കോൺഗ്രസ് വക്താവ് KP നൌഷാദ് അലി, മാധ്യമപ്രവർത്തകൻ KA ഷാജി എന്നിവർ. ആദ്യം ഷാജിയിലേക്ക്. ഷാജി, ഇന്ന് രാവിലെ പെട്ടിമുടി ദുരന്തത്തിൽപ്പെട്ടവർ, അവരിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളുടെ നിലവിലെ വാസസ്ഥലങ്ങളെക്കുറിച്ചുള്ളൊരു ചിത്രം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാർ 5 ലക്ഷവും കേന്ദ്ര സർക്കാർ 2 ലക്ഷവും ആ ദുരന്തത്തിൽപ്പെട്ട കുടുംബാംഗങ്ങൾക്ക് പ്രഖ്യാപിച്ചതാണ്. നിലവിൽ അവരുടെ സ്ഥിതി എന്താണ്? ഇതിൽ സംസ്ഥാന സർക്കാർ 5 ലക്ഷം പ്രഖ്യാപിച്ചു, കേന്ദ്രം 2 ലക്ഷം പ്രഖ്യാപിച്ചു. ഒപ്പം തന്നെ അവിടുത്തെ തമിഴ് വംശജരായ മനുഷ്യർക്ക് വേണ്ടി തമിഴ്നാട് സർക്കാരും സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചു. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഇതിനകത്തുള്ള കാര്യം, സംസ്ഥാന സർക്കാർ കൊടുത്തു പൈസ, തമിഴ്നാട് സർക്കാർ കൊടുത്തു പൈസ. പക്ഷേ പണം കൊടുക്കാതിരുന്നത് കേന്ദ്ര സർക്കാരാണ്, ഇപ്പോഴും കൊടുത്തിട്ടില്ല. പക്ഷേ നമ്മൾ കാതലായി കാണേണ്ട കാര്യം, കേവലം കുറച്ച് പണം നൽകൽ മാത്രമാണോ പുനരധിവാസം? അല്ലെങ്കിൽ 5 ലക്ഷം രൂപ കൊടുത്തു, 7 ലക്ഷം രൂപ കൊടുത്തു, അല്ലെങ്കിൽ 10 ലക്ഷം രൂപ കൊടുത്തു. ഈ 10 ലക്ഷം രൂപ കൊണ്ട്, 10 ലക്ഷം രൂപ കൊടുത്തിട്ടില്ല, ഈ കൊടുക്കുന്ന പണം കൊണ്ട് മാത്രം ഈ വീടും കൂടും നഷ്ടപ്പെട്ട മനുഷ്യർക്ക് അവരുടെ നഷ്ടപ്പെട്ട ജീവിതം പുനഃസൃഷ്ടിക്കാനാവും. ഇന്ന് രാവിലെ ഞാൻ കഴിഞ്ഞ 1 വർഷം മുമ്പ് എടുത്ത ചിത്രങ്ങളാണ്. ഈ പ്രദേശങ്ങളിൽ പോയപ്പോൾ ഈ മനുഷ്യർക്ക് എന്ത് സംഭവിക്കുന്നു എന്ന് അവിടെ പോയി അന്വേഷിച്ചപ്പോൾ ഈ പെട്ടിമുടിയിലെടുത്ത കുറച്ച് ചിത്രങ്ങൾ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തപ്പോൾ അതിൽ വേറെ ദുരുദ്ദേശമൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ ജനറലായിട്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ടൗൺഷിപ്പ് എന്ന് പറയുന്ന അവസ്ഥ എന്ന് പറഞ്ഞപ്പോൾ വളരെ വലിയൊരു വിമർശനവും ഒരുപാട് ആളുകൾ എന്നെ വിളിച്ചു. പലരും പറഞ്ഞു അവിടെ നല്ല വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളതിന് കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചപ്പോൾ സംസ്ഥാന സർക്കാർ കുറച്ച് മാറിയിട്ട് കുട്ടിയാർവാലി എന്ന് പറയുന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം കൊടുത്തു. ആ സ്ഥലത്ത് ഏതാണ്ട് 1 കോടി രൂപ ചെലവിട്ട് ടാറ്റ കമ്പനി വീടുകൾ വെച്ച് കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ 8 വീടാണ് വെച്ച് കൊടുത്ത്. മരിച്ചു പോകാതെ രക്ഷപ്പെട്ട 12 പേരിൽ 8 പേർക്കാണ് വീട് വെച്ച് കൊടുത്തത്. ശരി, ഈ വീടുകളിൽ എത്ര പേര് താമസിക്കുന്നുണ്ട്, ഈ 8 പേരും അവരുടെ കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടോ എന്ന് ഇതേ ആശങ്ക പങ്കുവെച്ച, അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നല്ല നടപടി ഉണ്ടായി, ടാറ്റ കമ്പനി വീട് വെച്ച് കൊടുത്തു എന്നൊക്കെ പറഞ്ഞ ആളുകൾ തന്നെ സംബന്ധിച്ചു. ഇതിൽ നല്ലൊരു പങ്ക് ആളുകളും, ഈ 8 പേരിൽ നല്ലൊരു പങ്ക് ആളുകളും അവിടെ താമസിക്കുന്നില്ല. ഇവർ താമസിക്കുന്നത് ഇപ്പോഴും വൾണറബിൾ ആയിട്ടുള്ള ഈ പെട്ടിമുടിയിലെ പ്രദേശത്ത്, ഈ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്തിൻ്റെ അടുത്തായിട്ടാണ് താമസിക്കുന്നത്. അപ്പം അതിൻ്റെ കാരണം വളരെ സിമ്പിളാണ്. പഴയ ലായങ്ങളിലാണ്, ദുർബലമായ ലായങ്ങളിലാണ്. കാരണം ഇവർക്ക് അനുവദിച്ച് കിട്ടിയ വീടും ഇവർക്ക് അനുവദിച്ച് കിട്ടിയ ഇത്തിരി ഭൂമിയും ഇവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന്, ഇവരുടെ തൊഴിലിൽ നിന്നെല്ലാം വളരെ ദൂരത്തിലാണ്. ഇപ്പോൾ പെട്ടിമുടിയിൽ നമുക്കറിയാം, ടാറ്റയുടെ തോട്ടത്തിലെ തൊഴിലാളികളാണ്. അവർ കാലങ്ങളായി ലായങ്ങളിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 1 സെൻറ്റ് സ്വന്തം സ്ഥലം പോലും അവർക്ക് സ്വന്തമായിട്ടില്ല. ദളിതരാണ്, പിന്നോക്കക്കാരാണ്, തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഭാഷാ ന്യൂനപക്ഷങ്ങളാണ്. ഈ മനുഷ്യർക്ക് അവരുടെ ജീവസന്ധാരണം നിലനിർത്തിക്കൊണ്ട് അവർക്ക് അനുവദിച്ച വീടുകളിൽ നിലനിന്ന് പോകാൻ പറ്റുന്നില്ല എന്നുള്ളൊരവസ്ഥ നമ്മളിപ്പോൾ പറയുമ്പോൾ ഉള്ളൊരു പ്രശ്നം. നിങ്ങൾ ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഇത് പറയാമോ? ഇവിടെ റെസ്ക്യൂ നടക്കുകയല്ലേ, ഇവിടെ വലിയ രീതിയിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നില്ലേ? ആ സമയത്ത് പറയാൻ പാടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഞാനിപ്പോൾ കഴിഞ്ഞ 1-2 ദിവസങ്ങളായിട്ട് നമ്മൾ എഴുതുകയും പറയുകയും ഒക്കെ ചെയ്ത കാര്യങ്ങൾ, കഴിഞ്ഞ കുറേ കാലങ്ങളായി ഈ പ്രശ്നങ്ങളെ, ഒരു 2018 മുതലെങ്കിലും ഈ കാര്യങ്ങൾ അടുത്ത് കാണാൻ ശ്രമിച്ച ഒരാളെന്നുള്ള നിലയിൽ എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം, കേരളം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ റെസ്ക്യൂ നടത്തുന്നതിൽ വളരെ മുന്നിലാണ്. പക്ഷെ നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന 2 മേഖലകൾ. ഒന്ന്, ദുരന്തങ്ങളെ മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റുന്നില്ല, ഒരു മാസ് എവാക്യുവേഷൻ നടത്തിയ ആളുകളെ അപായത്തിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുന്നില്ല, അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ശാശ്വതമായിട്ടുള്ള റിഹാബിലിറ്റേഷൻ ഉറപ്പുവരുത്തുന്നതിലാണ്.
നമ്മൾ ഒരു സംശയവും ഇല്ല. നമ്മുടെ റിഹാബിലിറ്റേഷൻ ക്യാമ്പുകൾ ഇപ്പോൾ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആളുകളെ കൊണ്ടുപോയി പാർപ്പിച്ച സ്ഥലത്ത് ഇഷ്ടംപോലെ ഭക്ഷണമുണ്ട്, താമസമുണ്ട്, നല്ല സൗകര്യങ്ങളുണ്ട്. ഒരു വേൾഡ് ക്ലാസ്സിലുള്ള താൽക്കാലിക റിഹാബിലിറ്റേഷൻ ഈ മനുഷ്യർക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അത് നേരത്തെ പുത്തുമലയിലായിട്ടുണ്ടെങ്കിലും മലപ്പുറം ജില്ലയിൽ കവളപ്പാറയിലായിരുന്നെങ്കിലും അവിടെ എല്ലാ ആളുകൾക്കും കിട്ടിയിട്ടുണ്ട്. ഇതിലൊന്നും നമുക്ക് യാതൊരു സംശയവുമില്ല. ഈ ലോകത്ത് തന്നെ ഏറ്റവും നല്ല രക്ഷാപ്രവർത്തനം നടക്കുന്നു, ഏറ്റവും നിലയിലുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആശ്വാസം വരുത്തുന്നു, സർക്കാർ മുന്നിട്ടിറങ്ങുന്നു, പ്രതിപക്ഷ കക്ഷികൾ മുന്നിട്ടിറങ്ങുന്നു, സന്നദ്ധ സംഘടനകൾ വരുന്നു, സിനിമാ താരങ്ങൾ വരുന്നു. ഒരു വലിയൊരു എല്ലാവരും സഹായിക്കാനും സേവിക്കാനും കൂടെ നിൽക്കാനും വരുന്നു. പക്ഷെ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്തൊരു ഘട്ടത്തിലേക്ക് മറ്റൊരു ദുരന്തം വരുമ്പോൾ നമ്മളെല്ലാം ഇതിന് മാറിപ്പോവുകയാണ്. നമ്മുടെ മുൻഗണനകൾ ഇത് ഈ മനുഷ്യർ മാറിപ്പോവുകയാണ്. പിന്നെ ഈ മനുഷ്യരെങ്ങനെ ജീവിക്കുന്നു, അവരെങ്ങനെ സർവൈവ് ചെയ്യുന്നു എന്ന് പോലും നമ്മൾ നോക്കുന്നില്ല. ഇപ്പോൾ നേരത്തെ ഈ പുത്തുമലയിലൊക്കെ ഉണ്ടായ ദുരന്തത്തിലുള്ള ആളുകൾക്ക് വേണ്ടി കുറേ വീടുകൾ വെച്ച് കൊടുക്കുന്ന ഒരു സംഭവം വന്നു. അതിനുവേണ്ട ഭൂമി മാതൃഭൂമിയാണെന്ന് തോന്നുന്നത് കണ്ടെത്തി നൽകി. അതിനകത്ത് കുറച്ച് സന്നദ്ധ സംഘടനകളും നല്ല മനുഷ്യരായുള്ള ആളുകളുടെ ഫണ്ട് കൊണ്ടുവന്ന് സർക്കാർ കൂടി ഇടപെട്ട് പ്രവർത്തനങ്ങൾ നടത്തി. അത് വിചാരിച്ചതുപോലെ ആ റിഹാബിലിറ്റേഷൻ നടന്നിട്ടില്ല എന്ന് തന്നെയാണ് അവിടെ നിന്ന് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ. ഇപ്പോൾ എവിടെയൊക്കെ നമ്മൾ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് കാലാവസ്ഥാ മാറ്റത്തിൻ്റെയും കനത്ത മഴയുടെയും അവയെല്ലാം മനുഷ്യർക്ക് ചേർന്നുണ്ടാകുന്ന ദുരന്തങ്ങളുടെ എല്ലാം ഒരു കൂട്ടായിട്ടുള്ള ഒരു ദുരന്തത്തിൻ്റെ ആഘാതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ആഘാതങ്ങൾ അനുഭവിക്കുന്ന കാലാവസ്ഥാ അഭയാർത്ഥികളായി മാറിക്കൊണ്ടിരുന്ന ഒരു വലിയ വിഭാഗം ആളുകളുണ്ട്. ഇവരെല്ലാം വൾണറബിളാണ്. ഈ പെട്ടുപിടിയിൽ തന്നെ ഈ രക്ഷപ്പെട്ടു പോയി കുറച്ച് ആളുകൾ 7 പേരോ അല്ലെങ്കിൽ 8 പേർക്ക് മാത്രമാണ് വീട്. ബാക്കിയുള്ളവരോടെ പോയി അവർ 5 ലക്ഷം രൂപ മേടിച്ചിട്ട് അവരെവിടെ പോയിട്ടുണ്ടാകുന്നത് നമ്മൾ ആരെങ്കിലും അന്വേഷിച്ചിട്ടുണ്ടോ? ഞാനും അന്വേഷിച്ചില്ല, നിങ്ങളും അന്വേഷിച്ചിട്ടില്ല. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, നമ്മൾ ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്തമാണ്. 5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ, കുറച്ച് പണം നൽകി കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ ഉപജീവനവും തൊഴിലും അവർക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ പുനഃസൃഷ്ടിച്ച് നൽകാതെ നമ്മൾ അവരെ എങ്ങോട്ടാണ് വിടുന്നത്? കുറച്ച് പണം നൽകി കഴിഞ്ഞാൽ എല്ലാമായി എന്നുള്ള ഒരു ലെവലിലേക്ക്. അപ്പം നമ്മുടെ ഒരു കോമ്പൻസേഷൻ എന്ന് പറയുന്നത് ഒരു ചെറിയ തുക മാത്രമാകരുത്, അതിനപ്പുറത്തേക്ക് പോകണം. അത് സമഗ്രവും ശാസ്ത്രീയവുമാകണം എന്ന് മാത്രമാണ് ഇവിടെ പറയാറുള്ളത്. ശരി, ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഷാജി ഇവിടെ മുന്നോട്ട് വെച്ച ഈ വിഷയത്തെ നമ്മളൊരു വിമർശനമായിട്ടല്ല കാണേണ്ടത്. കാരണം നമ്മളൊരു കാലാവസ്ഥാ അഭയാർത്ഥികളായ സമൂഹമായി മാറുന്നു എന്നൊരു ആശങ്കയിലാണ് അദ്ദേഹം ആ വാക്കുകൾ പറയുന്നത്. നമ്മുടെ ഈ അനുഭവം പോലും ഒരു 5-6 വർഷത്തിനിടയിലുണ്ടായ അനുഭവങ്ങളാണ്. ആ അനുഭവത്തിൽ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഇതിനു മുമ്പുണ്ടായ ദുരന്തങ്ങളിലുള്ളവരുടെ പുനരധിവാസ പ്രവർത്തനമാണ് പ്രശ്നം. ഇപ്പോൾ NDRF നാഷണൽ ഡിസാസ്റ്റർ ലോയിൽ പറയുന്നത് ഇത് പൂർണ്ണമായും സർക്കാരിൻ്റെ ചുമതലയാണ്. ഇത് ദുരന്തങ്ങൾ എന്ന് പറയുന്നത് അത് സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്. ദുരന്ത മേഖലകളിലെ പുനരധിവാസവും സംസ്ഥാന സർക്കാരിൻ്റെ ചുമതലയാണ്. എന്നിരിക്കെ സംസ്ഥാന സർക്കാരിന് കുറെ കൂടി അതിൽ ഉത്തരവാദിത്തമുണ്ട്. ഇപ്പോൾ പെട്ടിമുടിയിലെ ദുരന്തബാധിതർക്ക് കേന്ദ്രം നൽകുമെന്ന് പ്രഖ്യാപിച്ച 2 ലക്ഷം കിട്ടിയിട്ടില്ല എന്ന് അവിടെയുള്ളവർ പറയുന്നു. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം കൊടുക്കുകയും ചെയ്തു. പക്ഷേ എങ്കിൽ പോലും ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിൻ്റെതാണെന്നിരിക്കെ നമ്മൾ ഈ മുൻ അനുഭവങ്ങളിൽ നിന്ന് പഠിച്ചു വേണ്ടേ വയനാട്ടിലെ ദുരിതബാധിതർക്ക് വേണ്ടി പുനരധിവാസം ഏർപ്പെടുത്താൻ? തീർച്ചയായിട്ടും നമ്മൾ ഒരു കാലാവസ്ഥ പാതകങ്ങളുടെ കാലത്ത്, പ്രത്യേകിച്ച് കാലാവസ്ഥാ കുറ്റം എന്നൊക്കെ പറയുന്നതിന് പിറകിൽ ആരാണെന്നുള്ള വിഷയങ്ങളൊക്കെ ഇപ്പോൾ വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ട ഒരു സന്ദർഭമല്ല ഇതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾ കാണേണ്ടത് ലോകത്തൊട്ടാകെ വലിയ കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്ക് കാരണമായിരിക്കുന്ന കോർപ്പറേറ്റ് മൂലധന താല്പര്യങ്ങൾ ലോകാധിപത്യത്തിലിരിക്കുകയാണ്. ഇപ്പോൾ കോട്ട മുതൽ ഈ പാരീസ് ഉടമ്പടി വരെയുള്ള എല്ലാ തീരുമാനങ്ങളും നിരന്തരമായി ലംഘിക്കുകയാണ്. ഇതിനെയൊക്കെ അനിവാര്യമായ ഒരു ദുരന്തഫലം എന്ന നിലക്കാണ് അമേരിക്കയിൽ കത്രീന ഉണ്ടാകുന്നതും ഇവിടെ വലിയ മേഘസ്ഫോടനം ഉണ്ടായിട്ട് ആളുകൾ കൂട്ടത്തോടെ ഒലിച്ചു പോകുന്നതൊക്കെ ആയിട്ടുള്ള അവസ്ഥയുണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സന്ദർഭത്തിൽ ഏതൊരു ഭരണകൂടത്തെയും സംബന്ധിച്ചിടത്തോളം, സ്റ്റേറ്റിനെയും സംബന്ധിച്ചിടത്തോളം നിരന്തരമായി കാലാവസ്ഥ ഭീകരതയുണ്ടാകാം, കാലാവസ്ഥ കുഴപ്പങ്ങളുണ്ടാകാം. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാം, ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ കാര്യത്തിൽ കൃത്യമായൊരു പോളിസി ഉണ്ടാവണം. ഇപ്പോൾ പെട്ടിമുടിയിലെ അനുഭവങ്ങൾ ഷാജി ഇപ്പോൾ പറഞ്ഞാൽ ഷാജിയുടെ ഫേസ്ബുക്ക് പോസ്റ്റൊന്നും ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ നമ്മൾ കാണേണ്ട ഒരു പ്രശ്നം, അത്തരം വിഷയങ്ങൾ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ളൊരു വിമർശനത്തിൻ്റെ പ്രശ്നമല്ല. നമ്മൾ അനുഭവിക്കുന്ന, നമ്മൾ കാണുന്ന, നമുക്ക് വേണ്ടത്ര ഇടപെട്ട് പരിഹാരങ്ങൾ കാണാൻ കഴിയാത്ത വിഷയങ്ങളാണത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് ഈ കാര്യത്തിൽ സമഗ്രമായ ഒരു സമീപനം ഉണ്ടാവണം. പുനരധിവാസം എന്ന് പറയുന്നത് കുഴപ്പത്തിൽപ്പെട്ട്, അപകടത്തിൽപ്പെട്ട്, ദുരന്തത്തിൽപ്പെട്ട് എല്ലാം നഷ്ടപ്പെട്ട ആളുകളെ കൊണ്ടുപോയി ഒരു ഭാഗത്ത് സെറ്റ് ചെയ്യലല്ല.
അവരുടെ ഉപജീവനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന ബൃഹത്തായ ഒരു പ്ലാനിങ് ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. ലോകത്ത് എവിടെയായാലും എന്താണ് നമ്മുടെ മാത്രം ഒരു പ്രശ്നമല്ല, ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഈ കാലാവസ്ഥ മൂലമുണ്ടാകുന്ന വലിയ ദുരന്തങ്ങൾ. ആ ദുരന്തങ്ങൾ ഒരു നിത്യ സംഭവമായിട്ട് നമ്മളെ കേരളം പോലുള്ളൊരു സമൂഹത്തെ വലിയ രീതിയിൽ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഒരു സമീപനം ഉണ്ടാക്കണം, ഒരു പ്ലാനിങ് ഉണ്ടാക്കണം. ഇപ്പോൾ മുഖ്യമന്ത്രി ഇന്നലെ വളരെ കൃത്യമായിട്ട് അത് വിശദീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ഈ മുണ്ടക്കൈ ചൂരൽമല ഭാഗത്തുണ്ടായിരിക്കുന്ന ഈ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ, അതിന് വിധേയരായി ഇനി അവശേഷിക്കുന്ന മനുഷ്യരെ അവരെ പുനരുജ്ജീവിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ വിഭാഗങ്ങളുടെയും വിദഗ്ധന്മാരുടെയും സാമൂഹ്യ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ അറിയണം. അതിലെല്ലാം അപ്പുറത്ത് എന്താണ്, ഇപ്പോൾ അഭയാർത്ഥി ക്യാമ്പുകളിൽ, ഇപ്പോൾ പുനരധിവാസ ക്യാമ്പുകളിൽ കഴിയുന്ന സാധാരണ മനുഷ്യരുണ്ട്. ആ സാധാരണ മനുഷ്യർ എങ്ങനെയാണ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അവരെങ്ങനെയാണ് ഈ കാര്യങ്ങൾ, അതൊക്കെ ചർച്ച ചെയ്യാൻ പറ്റിയ ഒരു മാനസികാവസ്ഥയിലല്ല അവരിപ്പോൾ ഉള്ളതെന്ന് നമുക്കറിയാം. അവരുടെ താല്പര്യങ്ങളെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതി വേണം. അതിലേറ്റവും പ്രധാനം, അത് വളരെ പ്രധാനമാണ്, എന്തെങ്കിലും കോമ്പൻസേഷൻ കൊടുക്കലല്ല ഇതിൻ്റെ പ്രശ്നം. പ്രത്യേകിച്ച് ഈ കാലാവസ്ഥാക്കെടുതികളിൽ എപ്പോഴും ഇരയാകുന്ന ആളുകൾ എന്താണ്, സമൂഹത്തിലെ ഏറ്റവും പാർശ്വവൽക്കരിതരായ ദുർബലരായ ജനസമൂഹങ്ങളാണ്. ഇവിടെ സൂചിപ്പിച്ച തോട്ടം തൊഴിലാളികളാകാം, ആദിവാസികളാകാം, പാവപ്പെട്ട കൃഷിക്കാരാവാം. ഇപ്പോൾ ഈ മേഖലകളെല്ലാം നമ്മൾ കണ്ടത് എന്താണ്, ഈ പാവപ്പെട്ട ആളുകളാണ്. അപ്പോൾ സമൂഹത്തിൽ ഏറ്റവും ദുർബലരായ ആളുകളാണ്. അപ്പോൾ നമ്മുടേതുപോലുള്ളൊരു സമൂഹത്തിനകത്ത് ഇത്തരം വളരെ അപകടകരമായ ദുർബലമായ ഭൂമിശാസ്ത്ര പ്രശ്നങ്ങളുള്ള പ്രദേശങ്ങളിൽ പോയി താമസിക്കാൻ വിധിക്കപ്പെട്ടവർ എന്താണ്, അവരുടെ ദാരിദ്ര്യത്തെയാണിത് കാണിക്കുന്നത്, അവരുടെ ഗതികേടിനെയാണിത് കാണിക്കുന്നത്. അപ്പോൾ അത്തരം വിഭാഗങ്ങളെ സമ്പൂർണ്ണമായ ഉത്തരവാദിത്തത്തോടുകൂടി പുനരുദ്ധരിക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ, സ്റ്റേറ്റിൻ്റെ ഇടപെടൽ ഉണ്ടാവണമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതുകൊണ്ട് മുൻകാല പുനരധിവാസ പദ്ധതികളിലുണ്ടായ പാളിച്ചകൾ, അതിൻ്റെ ദുരനുഭവങ്ങൾ ഇതെല്ലാം പരിശോധിച്ച് അത് പരിഹരിക്കാൻ ആവശ്യമായ വലിയൊരു ഇടപെടലുണ്ടാകണം. ആ കാര്യത്തിലൊരു മാസ്റ്റർ പ്ലാൻ നമുക്കുണ്ടാകണമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഷാജി ഇവിടെ പറഞ്ഞ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുകയാണ് കാര്യത്തിൽ. ശരി. KP നൗഷാദ് അലി, ഇന്ന് മീഡിയ വണ്ണിൻ്റെ ഒരു ചർച്ചയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വ്യവസായി പറഞ്ഞത് അദ്ദേഹം 100 വീടുകൾ ഉണ്ടാക്കാൻ ആവശ്യമായ ഭൂമി നൽകുമെന്നാണ്. ചെറിയൊരു വാഗ്ദാനമല്ല അത്. അത്തരം വാഗ്ദാനങ്ങൾ മുൻ ദുരന്താനുഭവങ്ങളിൽ നമുക്കുണ്ടായിട്ടുണ്ട്. പല സമ്പന്നരായ ആളുകളും വ്യവസായികളും ഇത്തരം ഭൂമിയോ വീടൊക്കെ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചത്, നിങ്ങൾ കൊടുക്കുന്ന ഭൂമി ഇവർക്ക് വാസയോഗ്യമാണോ, ഇവർക്ക് സർവൈവ് ചെയ്യാൻ പറ്റിയ ഉപജീവന മാർഗം കൂടി ലഭ്യമാകുന്ന ഒരു പ്രദേശമാണോ, കുടിവെള്ളമുണ്ടോ, അതുപോലെ വിദ്യാഭ്യാസ സൗകര്യമുണ്ടോ, വഴിയുണ്ടോ എന്നൊക്കെ ഞാൻ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞത് അങ്ങനെയുള്ള സ്ഥലം തന്നെയാണ് അത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വാസയോഗ്യമായ ഭൂമിയിൽ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനമാണ്. എവിടെയെങ്കിലും ആരെങ്കിലും കൊടുക്കുന്ന ഭൂമിയിൽ എവിടെയെങ്കിലും വീട് വെച്ച് കൊടുക്കുക, അത് മറ്റേ NGOകളോ അല്ലെങ്കിൽ മാസ് കോൺട്രിബ്യൂഷൻ വഴിയൊക്കെ വീട് വെച്ച് കൊടുക്കുക എന്നതിനപ്പുറം ഈ പുനരധിവാസത്തെക്കുറിച്ച് കൃത്യമായ നിർണിതമായ ചട്ടങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? പ്രത്യേകിച്ചും ഈ കവളപ്പാറയിലും പുത്തുമലയിലുമൊക്കെ പുനരധിവസിപ്പിച്ചവരുടെ പിന്നീടുള്ള പരാതികൾ കൂടി പരിശോധിക്കുമ്പോൾ. തീർച്ചയായിട്ടും ഈ എല്ലാ തരത്തിലുള്ള പുനരധിവാസങ്ങളും നമ്മൾ ലോകത്തുടനീളമുള്ള അതിൻ്റെ ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള NGOകൾ, സന്നദ്ധ സംഘടനകൾ, വ്യവസായ പ്രമുഖർ, ഇങ്ങനെയൊക്കെയുള്ള ഗ്രൂപ്പുകൾ, ഇവരുടെയൊക്കെ വലിയ തോതിലുള്ള ഇടപെടലുകളിലൂടെയാണ് സാധ്യമായിട്ടുള്ളത്. ഓക്സ്ഫാം ഉണ്ട്, ആക്ഷൻ എയ്ഡ്, IFRS, അങ്ങനെയൊക്കെയുള്ള പ്രശസ്തങ്ങളായ NGOകൾ ഈ രംഗത്തൊക്കെ ചെയ്തിട്ടുള്ള സേവനങ്ങളൊക്കെ നമ്മുടെ മുമ്പിൽ ലഭ്യമാണ്. ഇവിടെ ഈ പിന്നെ ദുരന്തത്തിനിരയായ മനുഷ്യരെ നമ്മൾ പുനരധിവസിപ്പിക്കുമ്പോൾ അതിനകത്ത് കുടുംബാംഗങ്ങൾ ഒന്നടങ്കം ഇല്ലാതായവരുണ്ട്, അവശേഷിക്കുന്ന 1-2 പേർ മാത്രമുള്ളവരുണ്ട്, അനാഥരായ കുട്ടികളുണ്ട്, വൃദ്ധന്മാരുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള ആളുകളാണ് അവശേഷിക്കുന്നത്. ഇത് നമ്മൾ അവരെ ഒരു കുടുംബമായിട്ട് തന്നെ പരിഗണിച്ച് അവരുടെ ഇമോഷണലായും ഫിനാൻഷ്യലായും സോഷ്യലായിട്ടുമുള്ള അവരുടെ ഒരു പുനരധിവാസമാണ് നമ്മൾ ഉറപ്പാക്കേണ്ടത്. അവർക്ക് ജീവസന്ധാരണ മാർഗങ്ങൾ, അവർക്ക് പാർപ്പിടം, അവർക്ക് മുൻകാലത്തേതിന് സമരസപ്പെട്ടു പോകാൻ പറ്റുന്ന പരിസരങ്ങൾ, ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പുനരധിവാസ പദ്ധതി നമുക്ക് ഈ വിഷയത്തിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ ഞാൻ ഓർക്കുകയാണ്, ഇവിടെ നമ്മുടെ ഇപ്പോൾ പുത്തുമലയിലായാലും അല്ലെങ്കിൽ കവളപ്പാറയിലായാലും ഒക്കെ അവിടെ ഇപ്പോഴും വാടക വീടുകളിൽ താമസിക്കുന്ന ആളുകളുണ്ട്. കവളപ്പാറയിൽ കൃഷിഭൂമിയും വ്യവസായവും കടകളും വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങളൊക്കെ നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടം 50 കോടിയായിട്ടന്ന് തിട്ടപ്പെടുത്തിയിരുന്നെങ്കിലും 1 രൂപ പോലും കിട്ടാത്ത അനുഭവമുണ്ട്. ഇപ്പോൾ പെട്ടിമുടിയിൽ കേന്ദ്ര സഹായം കിട്ടാത്ത കാര്യം പറഞ്ഞു. അപ്പോൾ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ അപര്യാപ്തതകൾ മുൻകാലങ്ങളിലുടനീളമുണ്ടായിട്ടുണ്ട്. അവ പരിഹരിക്കാൻ ഉതകുന്ന സമഗ്രമായ ഒരു പുനരധിവാസ പദ്ധതി ഇതിലേക്ക് വേണം. ഞാനിതിൻ്റെ ഒരു കണക്ക് നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഞാനൊന്ന് ഓർത്തുപോയി. ഇപ്പോൾ 500 പേർ മരിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് 10 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകിയാൽ അത് 50 കോടി രൂപയാണ്.
ഒരു 5000 പേർ ബാധിതരായ മനുഷ്യരായിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓരോരുത്തർക്ക് 10 കോടി അല്ല 10 ലക്ഷം വീതം നമ്മൾ വിനിയോഗിക്കുകയാണെങ്കിൽ അത് 500 കോടിയാണ്. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു 1000 കോടിയോ 500 കോടിയോ 700 കോടിയോ ഒക്കെ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നാൽ സമാഹരിക്കാൻ ഒരു പാടുമില്ല എന്നുള്ള കാര്യവും ഈ അവസരത്തിൽ പ്രസ്താവ്യമാണ്. ഇത്തരത്തിലുള്ള 100 പേർക്കുള്ള ഭൂമിയും 100 വീടും ഒക്കെ ഇതിൻ്റെ ഭാഗമാക്കി ഏകോപിപ്പിച്ചൊരു നയമുണ്ടാക്കാൻ സർക്കാർ മുന്നോട്ട് വരണം. ഒരു കാര്യം കൂടി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, സർക്കാർ ഇപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇവിടെ സൈന്യത്തിൻ്റെ ഒരു വാക്കുകളോ അല്ലെങ്കിൽ ഇൻഫർമേഷനോ ഉദ്ധരിച്ചാണ് അദ്ദേഹം പറഞ്ഞത്, മരണപ്പെട്ടവരൊക്കെ മരിച്ചു കഴിഞ്ഞു, മണ്ണിനടിയിലൊന്നും ഇനി ആരും ജീവനോടെ ഉണ്ടാകാൻ ഇടയില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് രാഷ്ട്രീയം നമ്മൾ മാറ്റിവെക്കുകയാണെങ്കിലും ചിലപ്പോഴൊക്കെ ചില രാഷ്ട്രീയം നമുക്ക് പറയേണ്ടി വരും. കാരണം ഇവിടെ ഹ്യൂം സെൻറ്റർ 19 മണിക്കൂർ മുമ്പ് വയനാട്ടിലെ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കും ഒക്കെ വിവരങ്ങൾ കൈമാറിയിട്ടും അതിനുതകുന്ന രീതിയിൽ ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഉണ്ടായില്ല എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയുടെ നിയമനത്തെ ചൊല്ലി തന്നെ വലിയ തോതിലുള്ള കോലാഹലങ്ങളും വിവാദങ്ങളും ഉണ്ട്. അതൊക്കെ പിൻവാതിൽ നിയമനമാണെന്ന ആരോപണമുണ്ട്. ഓഖി ദുരന്തകാലത്തും ഈ ദുരന്തത്തിലുടനീളം അദ്ദേഹത്തിൻ്റെയൊക്കെ ഇടപെടലുകൾ നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഈ IASകാരോടൊക്കെ അതല്ലാത്ത ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറിയൊക്കെ ഓർഡറുകൾ പാസ്സാക്കുമ്പോൾ അവർക്കിടയിലൊക്കെ ഉണ്ടാകുന്ന ചില സമരസപ്പെട്ട് പോലുകളെക്കുറിച്ച് നമുക്ക് ചിന്തകൾ വേണം. അതുപോലെ തന്നെ ഇവിടെയുള്ള സന്നദ്ധ സംഘടനകളെയൊക്കെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോകാൻ സർക്കാർ ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരാളുടെയും സഹായമില്ലാതെ മലയാളികളും മലയാളികളായ കൂട്ടായ്മകളും നമ്മുടെ പ്രവാസികളും ഒക്കെ ചേർന്നാൽ തന്നെ സമ്പൂർണ്ണമായിട്ടൊരു പുനരധിവാസം ഈ പ്രദേശത്ത് സാധ്യമാണ്. അതുകൊണ്ട് അതിനുള്ള പരമാവധി ചേർത്ത് പിടിക്കൽ വേണം. അതിന് പകരം ഇപ്പോൾ കല്യാണ വീട്ടിൽ പോയാൽ വരനാവണം, മരണ വീട്ടിൽ പോയാൽ ജഡമാകണം, പള്ളിയിൽ പോയാൽ അച്ഛനോ അല്ലെങ്കിൽ ഖത്തീബോ ആവണം, അമ്പലത്തിൽ പോയാൽ പുരോഹിതനാവണം എന്ന മട്ടിലുള്ള ഈ സ്വയം പ്രഖ്യാപിത അവരോധിക്കലൊക്കെ ഒന്ന് കുറയ്ക്കുകയോ അതിനുള്ള മാർഗമോ വേദിയോ അല്ല ഇത് എന്ന് മനസ്സിലാക്കുകയോ ചെയ്തുകൊണ്ട് ഉത്തരവാദിത്തപ്പെട്ട ഭരണാധികാരികളും മന്ത്രിമാരും ഒക്കെ പെരുമാറണം. ഞാൻ ആളുകളുടെ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അത്തരത്തിലൊക്കെ പെരുമാറിക്കൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത് ആർക്കും സ്കോർ ചെയ്യാനുള്ള ഇടമല്ല, രാഷ്ട്രീയം പറയാനുള്ള ഇടമല്ല എന്ന് പറയുന്നത് വിമർശനം ഭയന്നിട്ടാണെങ്കിൽ സ്കോർ ചെയ്യാനുള്ള ഇടമല്ല എന്നതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ചേർത്ത് പിടിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രദേശങ്ങളിൽ, ഈ മേപ്പാടിയുടെ പരിസരങ്ങളിൽ നമുക്ക് ഇന്ത്യക്ക് തന്നെ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന ഒരു പുനരധിവാസ പദ്ധതി അവിടെ ആവിഷ്കരിക്കാൻ കഴിയും. അത് നമുക്ക് നടപ്പിലാക്കാൻ ഒരുമിച്ച് നിൽക്കേണ്ടതുണ്ട് എന്നൊരു മനസ്സുകൂടി അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. അജിംസ്. ശരി ഷാജി, ഇവിടെ നൌഷാദിൽ ചൂണ്ടിക്കാട്ടിയ ഈ കേരള സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അതിന് പറ്റുന്ന വീഴ്ചകൾ മുൻ ദുരന്താനുഭവങ്ങളിൽ നിന്ന് പറ്റിയ വീഴ്ചകളെ പറ്റി അദ്ദേഹം ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം, ഓഖി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട്. ഇന്ന് KSDMAയിലെ ഒരു കരാർ ജീവനക്കാരൻ എനിക്കൊരു മെസ്സേജ് അയച്ചു ഷാജി. അതിൽ പറയുന്നത് നിരന്തരം ദുരന്തബാധിത മേഖലയായിട്ട് കൂടി വയനാട് ജില്ലയ്ക്ക് ഈ ഡിസാസ്റ്ററിന് വേണ്ടി ഒരു ഡെപ്യൂട്ടി കളക്ടർ ഇല്ല. അവിടുത്തെ ADMന്റെ അധിക ചുമതലയാണ് ദുരന്തം. അതായത് ദുരന്ത മുന്നറിയിപ്പ് ഉൾപ്പെടെ അവിടെ ADMന്റെ അധിക ചുമതലയാണ്. അദ്ദേഹത്തിന് മറ്റു ജോലികളും ഉണ്ട്. നമ്മുടെ ഈ സംവിധാനം, ഈ ദുരന്ത നിവാരണ സംവിധാനത്തിൽ കാതലായ മാറ്റങ്ങൾ വേണ്ടതുണ്ട് എന്ന് വയനാട് ദുരന്തം ഓർമ്മിപ്പിക്കുന്നില്ലേ? തീർച്ചയായിട്ടും. ഇതിൽ നമ്മൾ നോക്കുക, ഈ ഒരു ദുരന്തം കൈകാര്യം ചെയ്യാനുള്ള ഡെപ്യൂട്ടി കളക്ടർ മാത്രമല്ലല്ലോ. കഴിഞ്ഞ ഒരു 6-7 കൊല്ലമായിട്ട് ഓരോ വർഷവും ഇത്തരത്തിലുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് ഇടുക്കിയിലാവട്ടെ, വയനാട്ടിലാവട്ടെ, നെല്ലിയാമ്പതിയിലാവട്ടെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ പശ്ചിമഘട്ടത്തിന് വേണ്ടി ഒരു പശ്ചിമഘട്ട അതോറിറ്റി ഇല്ലാത്തത്? ഒരു പശ്ചിമഘട്ട അതോറിറ്റി വേണ്ടേ? ഇനി വൈകിയെങ്കിലും ഒരുപാട് കാലം നമ്മൾ മാസ്റ്റർ പ്ലാനിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വയനാടിനെ കുറിച്ച് അല്ലെങ്കിൽ ഇടുക്കിയെക്കുറിച്ച് ഒക്കെ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ വൈകിയ വേളയിലെങ്കിലും വയനാടിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ആവശ്യമല്ലേ? ഇനി ഒരു കാര്യം കൂടി പറയാം. ഞാൻ ഇന്നലെ വളരെ യാദൃശ്ചികമായിട്ട് എനിക്കൊരാൾ ഒരു പഠന റിപ്പോർട്ട് അയച്ചു തന്നു. 1985 ജനുവരി മാസത്തിൽ അന്ന് നമ്മുടെ കോഴിക്കോട്ടെ സംസ്ഥാന സർക്കാർ സ്ഥാപനമായ CWD-RDMന്റെ തലവനായിരുന്ന പരേതനായ P. ബസാഖ് എന്ന് പറയുന്ന വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള ഒരു ഹൈഡ്രോളജിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായ നരസിംഹ റെഡ്ഡി എന്ന് പറയുന്ന ഒരു ആന്ധ്രയിൽ നിന്നുള്ള ശാസ്ത്രജ്ഞനും, ഇവർ രണ്ടുപേരും കൂടി ഈ വയനാട്ടിലെ മുണ്ടക്കൈ മേഖലയിൽ, മുണ്ടക്കൈയിൽ പുത്തുമലയിലും പോയി. അന്ന് 40 കൊല്ലം മുമ്പാണ്. അന്ന് എനിക്ക് 8 വയസ്സാണ്. എനിക്ക് 8 വയസ്സുള്ള ആ കാലഘട്ടത്തിൽ അവരവിടെ പോയി. അന്ന് 17 പേര് മരിച്ചു, 5-8 പേരെ കാണാതായ ഒരു ദുരന്തം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെങ്ങനെ ആ ദുരന്തമുണ്ടായി? അപ്പം അതിലവർ കൃത്യമായി പറയുന്നുണ്ട്. അതായത് 1984 ജൂലൈ 2-ാം തീയതിയാണ് ദുരന്തം ഉണ്ടാകുന്നത്.
അപ്പോൾ അതിൻ്റെ ആ റിപ്പോർട്ടിൽ അവർ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഇത് കനത്ത മഴയുണ്ടാകുന്നു, പ്രകൃതിയിലെ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ ഫലമായി ദുരന്തം ഉണ്ടാകുമ്പോൾ തടക്കാൻ കഴിയില്ല. പക്ഷേ മുൻകൂർ ആളുകളെ അറിയിച്ചുകൊണ്ട്, കാലാവസ്ഥ മാറ്റം കൃത്യമായി പ്രവചിച്ചുകൊണ്ട്, ആളുകളെ കൂട്ടായി മാറ്റി പാർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ തടയാൻ കഴിയും. ഓർക്കുക, അന്ന് കസ്തൂരി രംഗനില്ല, അന്ന് ഗാഡ്ഗിലില്ല, അത് കാലാവസ്ഥാ മാറ്റത്തെക്കുറിച്ചുള്ള വലിയ പഠനമില്ല, 40 കൊല്ലം മുമ്പാണ്. ഒപ്പം തന്നെ പറയുന്നു, അനധികൃതമായ നിർമ്മാണങ്ങൾ ഒഴിവാക്കണം, മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാവണം, ടൂറിസത്തിൻ്റെ പേരിലും മറ്റുള്ള വലിയ വലിയ കൺസ്ട്രക്ഷൻസ് ഒഴിവാക്കണം, ഇൻഫ്രാസ്ട്രക്ചർ പോലും ഇത്തരത്തിലുള്ള വൾണറബിൾ മേഖലയിൽ വളരെ സൂക്ഷ്മമായി മാത്രമേ നടപ്പാക്കാൻ പറ്റുള്ളൂ. ഒരുപാട് ആലോചിക്കണം. ഞാനിന്ന് ആലോചിക്കുകയാണ്, 40 കൊല്ലം മുമ്പ് ആദരണീയനായ പരേതനായ ഈ പി ബസാക്ക് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയ റിപ്പോർട്ടിൻ്റെ മുകളിൽ 1984 എന്നുള്ളത് വെട്ടിയിട്ട് 2024 എന്ന് എഴുതി കഴിഞ്ഞാൽ ഇന്ന് ഈ 40 കൊല്ലം കഴിയുമ്പോൾ, കാരണം എൻ്റെ 8 വയസ്സിലാണ് ഞാൻ ഈ പുതുമല ഇത് പെട്ടിമുടി സോറി ഇത് നമ്മുടെ ചൂരൽമല എന്ന് കേൾക്കുന്നത്, മുണ്ടക്കൈ എന്ന് കേൾക്കുന്നത്. ആ മുണ്ടക്കൈയിലെ അന്നത്തെ ആ ദുരന്തത്തിൽ നിന്ന് ഈ കാലം അത്രയുമായിട്ട് നമ്മൾ ഒരു പടി പോലും മുന്നോട്ട് പോയിട്ടില്ല. ഒരു ദുരന്തം പോലും നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. ഇത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കെതിരെയോ ഏതെങ്കിലും സർക്കാരിനെതിരെയോ നമ്മൾ പറയുന്നതല്ല. ഈ പുനരധിവാസമാവട്ടെ, പാരിസ്ഥിതിക ദുരന്തങ്ങളാവട്ടെ, അതിൻ്റെ അനന്തരഫലങ്ങളാകട്ടെ, അടുത്ത് നമ്മൾ കാണുകയും ഇതിൻ്റെ വിദഗ്ധരോട് സംസാരിക്കുകയും ചെയ്ത അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ്. അല്ലാതെ ഇത് ആരും ജയിക്കാനും തോക്കാനും വേണ്ടി പറയുകയല്ല. എന്തുകൊണ്ടാണ് നമ്മുടെ ദുരന്ത നിവാരണ അതോറിറ്റി സന്ദർഭത്തിനനുസരിച്ച് ഉയർന്ന് പ്രവർത്തിക്കാത്തത്? അതിൻ്റെ ജില്ലാ ഘടകത്തിനല്ലേ ഇപ്പോൾ ഈ ഹ്യൂംസ് എന്ന് പറയുന്ന വയനാട്ടിലെ സംഘടന നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയത്? എന്തുകൊണ്ടാണ് അവരിത് ഗൗരവത്തിൽ എടുക്കാതിരുന്നത്? അപ്പോൾ ഇതിന് വലിയൊരു പ്രശ്നം ബ്യൂറോക്രസിയുടേതായിട്ടുണ്ട്. കാരണം രാഷ്ട്രീയ നേതൃത്വം ഒരുപാട് കാര്യങ്ങൾ ബ്യൂറോക്രസിക്ക് വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ചീഫ് സെക്രട്ടറി, ജില്ലാ കളക്ടറുമാണ് ഇന്ന് നമ്മുടെ നാട്ടിലെ ദുരന്തം സംബന്ധിച്ച ഏറ്റവും വലിയ വിദഗ്ധരായിട്ടുള്ള ആളുകൾ. ഇപ്പോൾ ആര് ഭക്ഷണം കൊടുക്കണം, എങ്ങനെ ഭക്ഷണം കൊടുക്കണം എന്ന കാര്യത്തിൽ പോലും ഇപ്പോൾ വയനാട് കളക്ടറുടെ വൈകുന്നേരം ഒരു പ്രസ്താവന നമ്മൾ കണ്ടു. വളരെ വിചിത്രമായ വാദഗതികളാണ് അതിൽ പോലും ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എല്ലാ കാര്യങ്ങളിലും IAS അഭിപ്രായം പറയുന്നു. എന്നാൽ ശാസ്ത്രജ്ഞരോ വിദഗ്ധരോ ദുരന്ത വിദഗ്ധരോ ആയിട്ടുള്ള ആളുകളല്ലല്ലോ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം മാറി വളരെ കൃത്യമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വ്യത്യസ്ത സമീപനങ്ങൾ ഉൾക്കൊള്ളുന്ന ആളുകൾ. ഇതുപോലെ ഇനി നമ്മൾ മുന്നോട്ട് ഈ റിഹാബിലിറ്റേഷൻ എങ്ങനെ നടക്കണം, ശാശ്വതമായ റിഹാബിലിറ്റേഷൻ, നേരത്തെ അൻപിസ് പറഞ്ഞതുപോലെ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടതാണ് റിഹാബിലിറ്റേഷൻ. പക്ഷെ അതിൽ ഈ സന്നദ്ധരായി വന്നിട്ടുള്ള വ്യവസായികളായിട്ടുള്ള ആളുകൾ, സിനിമാ താരങ്ങൾ, സാധാരണ മനുഷ്യർ, ഇപ്പോൾ ടി പത്മനാഭൻ 5 ലക്ഷം രൂപ കൊടുത്തു, അതുപോലെയൊക്കെ കൊടുക്കുന്ന ഒരുപാട് സാധാരണ മനുഷ്യർ പോലും ഉണ്ട്. ഈ കിട്ടുന്ന ഓരോ സഹായങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ട് ഓരോ സഹായ വാഗ്ദാനങ്ങളെയും ഒരു മാസ്റ്റർ പ്ലാനിലേക്ക് കൊണ്ടുവന്ന് അതിനെ കൃത്യമായൊരു മോഡലാക്കി നടപ്പിലാക്കിയാൽ സർക്കാരിൻ്റെ കയ്യിലില്ലാത്ത പണം പൊതുസമൂഹം നൽകും. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ മതസംഘടനകളെയും എല്ലാവരും ഒരുമിച്ച് ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു ഭിന്നിപ്പിൻ്റേതല്ലാതെ ഒരു മുതലെടുപ്പിൻ്റേതോ അല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഈ റിഹാബിലിറ്റേഷൻ വളരെ കൃത്യമായിട്ട് നടപ്പിലാക്കാൻ നമുക്ക് പറ്റും. അത് മറ്റൊരു കേരള മോഡലായിരിക്കും. ആ രീതിയിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ റിഹാബിലിറ്റേഷൻ ഇപ്പോൾ പെട്ടിമുടിയിലോ അല്ലെങ്കിൽ പുത്തുമലയിലോ അല്ലെങ്കിൽ കവളപ്പാറയിലോ നടന്നതുപോലെ ആയിപ്പോവും. ലോകമെങ്ങുമുള്ള കാലാവസ്ഥ അഭയാർത്ഥികളുടെ മറ്റൊരു വിഭാഗമായിട്ട് ഈ മനുഷ്യർ നാളെ മാറിപ്പോകും. നമ്മുടെയൊക്കെ ശ്രദ്ധ ഒരു ദിവസം കഴിയുന്നപ്പോൾ പുതിയ പ്രശ്നങ്ങൾ വരുമ്പോൾ, പുതിയ കാലങ്ങൾ വരുമ്പോൾ നമ്മൾ അതിലേക്ക് മാറിപ്പോവുകയാണ്. ഇപ്പോൾ ഈ വിലങ്ങാട് ഒരു പ്രകൃതി ദുരന്തം ഉണ്ടായി. അവിടെ നേരത്തെ കൂട്ടി അറിയിച്ചതുകൊണ്ട് കുറേ മനുഷ്യർ അതിൽ നിന്ന് അവിടെ നിന്ന് മാറി താമസിച്ചുകൊണ്ട് ദുരന്തം ഒഴിവായി. മനുഷ്യർ കൊല്ലപ്പെട്ടിട്ടില്ല. പക്ഷേ ഇപ്പം നമ്മുടെ ചൂരൽമലയിൽ ഉണ്ടായതിൻ്റെ സമാനമായ ദുരന്തമാണ് അവിടെ ഉണ്ടായത്. ആളുകൾക്ക് നഷ്ടപ്പെട്ട ഒരുപാടാണ്. ആരും ശ്രദ്ധിക്കുന്നില്ലല്ലോ, ആരും അങ്ങോട്ട് പോകുന്നില്ലല്ലോ. ഇതിൻ്റെ ഒരു പ്രശ്നം കുറേ മനുഷ്യർ മരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്രയധികമെങ്കിലും മനുഷ്യരുടെ ശ്രദ്ധ, ആളുകളുടെ കാരുണ്യമൊക്കെ വയനാട്ടിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് എവിടെയായാലും വൾണറബിളായുള്ള മേഖലയിൽ താമസിക്കുന്ന മുഴുവൻ മനുഷ്യരെയും, ഇപ്പം ദുരന്തത്തിനിരയായവരെ മാത്രമല്ല, ഈ സംസ്ഥാന സർക്കാർ നടത്തിയ ഈ ഹസാർഡസ് ഏരിയ മാപ്പിങ്ങിൽ കണ്ടെത്തിയിട്ടുള്ള വൾണറബിൾ മേഖലയിലുള്ള ഏതാണ്ട് 1 ലക്ഷം പേര് വരുന്ന മുഴുവൻ ആളുകളെയും കൂടി ഉൾക്കൊള്ളുന്നതും അവരുടെ വേദനകളും ആശങ്കകളും പരിഹരിക്കുന്നതുമായ ഒരു ശാസ്ത്രീയമായ മാസ്റ്റർ പ്ലാനാണ് വേണ്ടത്. അല്ലാണ്ട് ഇതേ സ്ഥലത്ത് തന്നെ ആളുകളെ കൊണ്ടുപോയി താമസിപ്പിച്ചാൽ, നമ്മൾ സംസാരിച്ച ഏതാണ്ട് എല്ലാ വിദഗ്ധരും പറയുന്നത് ഇതേ പ്രദേശത്ത് മനുഷ്യർക്ക് ഇനി വാസിക്കാൻ പറ്റില്ല. തുടർച്ചയായിട്ട് പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. പ്രകൃതിയുടെ രൂപം മാറി, മണ്ണിൻ്റെ സ്വഭാവം മാറി, മഴയുടെ ആഴവും വ്യാപ്തിയും മാറി. അപ്പോൾ ഇനിയും അവിടെ ആളുകളെ കൊണ്ടുപോയി വീണ്ടും ഒരു ദുരന്തത്തിന് വിട്ടുകൊടുക്കാതെ ഏറ്റവും നല്ല സ്ഥലത്ത് ഏറ്റവും മാതൃകാപരമായി ഈ ആളുകളെ പുനരധിവസിപ്പിച്ചുകൊണ്ട് ഒരു വലിയ മാതൃക നമുക്ക് കാണാൻ വയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ന് ഈ രക്ഷാപ്രവർത്തനം നമ്മൾ കാണിച്ച ഈ വലിയ മാതൃക പോരാതെയാവും, അത് വെറുതെയാവും. അതങ്ങനെ നമുക്ക് വെറുതെ ആവിടാൻ പറ്റൂലല്ലോ.
ഇപ്പം നമ്മൾ നോക്കുക, ഇന്നിപ്പോൾ ഞാൻ കുറച്ച് നേരത്ത് നോക്കുമ്പോൾ ഒരുപാട് മനുഷ്യർ വലിയ സിനിമാ താരങ്ങളുടെയൊക്കെ അവരവരുടെ ഫാൻസിനോട് പോലും പറയുന്നു, അനാഥരായി പോകുന്ന കുട്ടികളെ നിങ്ങൾ ദത്തെടുക്കണം, കൊണ്ടുപോകണം, നിങ്ങൾ സംരക്ഷിക്കണം. നമ്മൾ അവരുടെ എല്ലാ ആത്മാർത്ഥതയെ നമ്മൾ ആദരിക്കുന്നു. ഒപ്പം തന്നെ ഇവിടെ ഒരു നിയമവ്യവസ്ഥയുണ്ട്. കുട്ടികളെ ദത്തെടുക്കുന്ന കാര്യത്തിലാവട്ടെ, കുട്ടികളുടെ ഒരു ചുമതല താൽക്കാലികമായിട്ട് ആളുകൾ ഇതൊക്കെ വളരെ റിഗറസ് ആയ ഒരു പ്രോസസ്സ് ഉണ്ട്. കാരണം കുട്ടികൾക്ക് സുരക്ഷ മാത്രമല്ല, അവർക്ക് ചൂഷണത്തിൽ നിന്നുള്ള സംരക്ഷണം കൂടി വേണം. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളിലും മനുഷ്യരുടെ ഉള്ളിലുള്ള നന്മ കൊണ്ട് മനുഷ്യർ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് താല്പര്യങ്ങൾ പറയും, ഒരുപാട് ഇഷ്ടങ്ങൾ പറയും, ഒരുപാട് ആശയങ്ങൾ പങ്കുവയ്ക്കും. അപ്പം ഇതെല്ലാം നിയമത്തിൻ്റെയും സംവിധാനത്തിൻ്റെയും ഉള്ളിൽ നിന്നുകൊണ്ട് ശാസ്ത്രീയമായി സമഗ്രമായി ഏകോപിപ്പിച്ച് നീതി നടപ്പാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടത്. അത് കേന്ദ്രം തരാത്ത പൈസ മേടിച്ചെടുക്കണം. പെട്ടിപ്പൊടിയിലെ ആളുകൾക്ക് പൈസ കേന്ദ്ര സർക്കാർ കൊടുക്കാനുണ്ടെങ്കിൽ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്ന് ഇന്ന് അവിടെ വന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയോട് നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. കാരണം ആ പണം ഇന്ന് ചോദിച്ചാൽ തന്നെ അല്ലെങ്കിൽ നാളെ ഈ നാട്ടിലെ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടി കേന്ദ്ര സർക്കാർ കൊടുക്കാമെന്ന് പറയുന്ന പൈസ കിട്ടുകയുള്ളൂ. അല്ലാണ്ട് നമ്മൾ തൽക്കാലം ഇപ്പോൾ രക്ഷാപ്രവർത്തനത്തിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ മതി. ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ചോദ്യങ്ങൾ പാടില്ല, ശാസ്ത്രീയമായ വിലയിരുത്തലുകൾ പാടില്ല, എന്തുകൊണ്ട് ദുരന്തമുണ്ടായെന്ന് ചോദിക്കാൻ പാടില്ല, ഇനി മുന്നോട്ട് എന്ത് ചെയ്യണമെന്ന് ഇപ്പം പറയാൻ പാടില്ല. ഇതൊന്നും ഇപ്പം പറയാനല്ലേ പിന്നെ നമ്മൾ എപ്പോഴാണ് പറയേണ്ടത്? ഈ കാര്യങ്ങൾക്കെല്ലാം ഈ ബുദ്ധിമുട്ടേറിയ ചോദ്യങ്ങളുടെ ചർച്ചകളും അന്വേഷണങ്ങളും ഉത്തരങ്ങളും ഉണ്ടാവേണ്ട സമയം തന്നെയാണ്. ഇതൊരു പ്രോസസ്സായിട്ടല്ലേ നടക്കേണ്ടത്. അല്ലാതെ മുകളിൽ നിന്ന് ആരെങ്കിലും പറയുന്നു അത് ചോദ്യം ചെയ്യാതെ, തിരിച്ചൊന്നും പറയാതെ, ഒരു വിദഗ്ധാഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാതെ, നമ്മുടെ ആശങ്കകൾ ഷെയർ ചെയ്യാതെ ഒരു ഏകപക്ഷീയമായ പ്രക്ഷേപണം കേട്ട് അതെല്ലാം കേട്ട് അംഗീകരിച്ച് പോകുന്ന ഒരവസ്ഥ എന്ന് പറയുന്നത് ഒരു ബഹുസ്വര ജനാധിപത്യ സമൂഹത്തിന് ഭൂഷണമല്ല. കാരണം നമ്മുടെ ഇടയിൽ ഒരു വലിയ ദുരന്തം വന്നു. ആ ദുരന്തത്തെ നമ്മൾ ഏത് രീതിയിൽ സമീപിക്കുന്നു എന്നുള്ളത്, കാരണം ഇത്രയും വലിയൊരു ദുരന്തമാണ്, ഇത്രയും ഒരു ഹൈ മാഗ്നിറ്റ്യൂഡുള്ള ഒരു ദുരന്തം കേരളത്തിന് മുന്നേ കണ്ടിട്ടില്ല. അപ്പം ഈ ഒരു ദുരന്തത്തിൽ ഇതിലെ മനുഷ്യർക്ക് 40 കൊല്ലം മുമ്പ് 14 പേർക്കോ അല്ലെങ്കിൽ 18 പേർക്കോ നിഷേധിക്കപ്പെട്ട നീതിയുടെ സ്ഥാനത്ത് ഇന്ന് 100 കണക്കിന് പേരാണ് ഉള്ളത്. ഈ മനുഷ്യരുടെ മുഴുവൻ ഇത്രയും മരിച്ചുപോയ മനുഷ്യരോട് പോലുള്ള നമ്മുടെ നീതി എന്താ വെച്ചാൽ അവരുടെ ബന്ധുക്കൾക്ക്, അവരുടെ സർവൈവ് ചെയ്യുന്ന മനുഷ്യർക്ക്, അവരുടെ കുടുംബങ്ങൾക്ക് ഈ നാളെ അന്തസ്സോടും മാന്യതയോടും കൂടി ഒരു ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കുക എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പം അത് ചാരിറ്റി നമുക്ക് വളരെ വേണ്ടപ്പെട്ട സംഭവമാണ്. ചാരിറ്റിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ചാരിറ്റി ഒരു ഭിക്ഷ നൽകുന്ന രീതിയിൽ, അതുപോലെ സർക്കാരിൻ്റെ പ്രവർത്തനത്തിൽ ഒരു ഭിക്ഷയല്ല, അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഔന്നത്യം കാരണം വലിച്ചു എറിഞ്ഞു കൊടുക്കുന്ന ദയവും ദാക്ഷിണ്യവുമല്ല. ഇത് നഷ്ടപ്പെട്ടു പോയവരുടെ അവകാശമാണ്. കാരണം നമ്മളെല്ലാം കൂടി, കാരണം കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കിയതും ആഗോളതലത്തിലുള്ള കാലാവസ്ഥ മാറ്റത്തിലും മനുഷ്യരുടെ കൈയുണ്ട്. അതുപോലെ തന്നെ ഓരോ പ്രദേശങ്ങളിലും കാലാവസ്ഥാ മാറ്റം ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങൾക്ക് മനുഷ്യൻ്റെ ഇടപെടലുണ്ട്, ഹ്യൂമൻ ഇൻ്റർഫിയറൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, നമ്മുടെ വികസന സങ്കല്പങ്ങൾ, അടിസ്ഥാന സൗകര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ താല്പര്യങ്ങൾ, ഇതെല്ലാം കൂടിയാണ് ഈ മനുഷ്യരെ ബാധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ മനുഷ്യർ മരിച്ചു പോയിട്ടുള്ളത്. അപ്പോൾ ഈ മനുഷ്യരുടെ മരിച്ചുപോയവരോടുള്ള ഏറ്റവും വലിയ ആദരം അവരുടെ ജീവിച്ചിരിക്കുന്ന ആളുകളോട് നീതി ചെയ്യുക എന്നുള്ളതാണ്. ആ നീതി എന്ന് പറയുന്നത് ഒരു ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും നാടകങ്ങളല്ല, അല്ലെങ്കിൽ പ്രതിച്ഛായ നന്നാക്കാൻ വേണ്ടിയുള്ളതല്ല. ഒരു കൂട്ടായ മനുഷ്യർ ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഒരു പ്രവർത്തനങ്ങളാണ്. ഇപ്പം ഇന്നലെ കർണാടക സർക്കാർ നമുക്ക് 100 വീട് വെച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പം തമിഴ്നാട് സർക്കാർ നമ്മളെ സഹായം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കാണേണ്ടത് പ്രാദേശികതകൾക്കപ്പുറം ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു വലിയ കാര്യത്തിലേക്ക് എല്ലാ രാഷ്ട്രീയ ഭിന്നതകളും മാറ്റിവെച്ചുകൊണ്ട്, എല്ലാ പ്രാദേശിക വകഭേദങ്ങളും മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യരുടെ ഒരു കൂട്ടായ്മ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സേവനം ചോദിച്ചാൽ, സഹായം ചോദിച്ചാൽ ചെയ്തു തരാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട്. ഒരുപാട് സാങ്കേതിക വിദഗ്ധരുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ റെസ്ക്യൂ പ്രവർത്തനങ്ങളിൽ, റിഹാബിലിറ്റേഷനിലൊക്കെ അന്താരാഷ്ട്ര വിദഗ്ധരായിട്ടുള്ള ആളുകളെ കേരളം സംഭാവന ചെയ്തിട്ടുണ്ട്. ഈ ആളുകളുടെ എല്ലാ സേവനം ഇവിടെ കൊണ്ടുവന്ന് ഈ ആളുകളുമായി തുടർച്ചയായി കൺസൾട്ടേഷൻ നടത്തി. കാരണം നമ്മൾ 2018 പ്രളയം കഴിഞ്ഞപ്പോൾ നമ്മൾ റീബിൽഡ് കേരള എന്ന് വലിയൊരു പദ്ധതിയെക്കുറിച്ച് കേട്ടതാണ്. ഇന്നത് എവിടെ പോയി നമുക്ക് അറിഞ്ഞുകൂടാ. ഇന്ന് അതുപോലെയല്ല, നമ്മൾ ഇത് പുനഃസൃഷ്ടിക്കുകയാണ്. ഇപ്പോൾ ടൗൺഷിപ്പ് എന്നൊക്കെ സർക്കാർ പറയുന്ന നല്ല കാര്യം തന്നെ. അതുപോലെ തന്നെ കുറേ കോർഡിനേഷനൊക്കെ വേണ്ടി ചില IAS ഓഫീസർമാരൊക്കെ നിയമിച്ചിട്ടുണ്ട്, വളരെ നല്ല കാര്യം. പക്ഷെ ഇതിൻ്റെ അപ്പുറം ഈ കോർഡിനേഷൻ എന്ന് പറയുന്നത് കുറച്ച് IAS ഓഫീസർമാരുടെയോ കുറേ ബ്യൂറോക്രാറ്റുകളുടെയോ അവർക്ക് ഇഷ്ടമുള്ള രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെയോ മാത്രം കോർഡിനേഷൻ ആവരുത്. ഇത് വിദഗ്ധരുമായുള്ള കോർഡിനേഷൻ ആവണം, മനുഷ്യർ ഉദാരമായി സംഭാവന ചെയ്യുന്ന മനുഷ്യരുമായിട്ടുള്ള കോർഡിനേഷൻ ആവണം. സാധാരണക്കാരായ ശരാശരിക്കായ മനുഷ്യർക്ക് പോലും ഇതിലെന്തെങ്കിലും സ്റ്റേക്ക് അവർക്ക് പറയാനുള്ളത് നമ്മൾ കേൾക്കണം. ഇപ്പോൾ കൽപ്പറ്റയിലെ MLA തന്നെ പറഞ്ഞു ഈ പ്രദേശത്ത് ഇനിയൊരു പുനരധിവാസം സാധ്യമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള പകരം ഭൂമിയാണ് കണ്ടെത്തേണ്ടത്, അത് എവിടെയാണ് കണ്ടെത്തേണ്ടത്? ഈ ഭൂമി കണ്ടെത്തുമ്പോൾ അവർക്ക് വീട് വെക്കുമ്പോൾ മാന്യമായ വീടും അതിൻ്റെ ഒപ്പം ഉപജീവനവും വേണം. അല്ല, ഉപജീവനം കിട്ടാണ്ടായി കഴിഞ്ഞാൽ ആളുകൾ അവിടെ നിന്ന് ഉപേക്ഷിച്ച് ഈ പഴയ സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വരും.
അതാണ് നമ്മൾ മറ്റു പല സ്ഥലങ്ങളിലും കണ്ടിട്ടുള്ളത്. അപ്പം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന, കാരണം പരമ്പരാഗതമായ കർഷക തൊഴിലാളികളാണ്. എന്നിട്ട് കുഞ്ഞിക്കണ്ണം പറഞ്ഞതുപോലെ വളരെ പാവപ്പെട്ട മനുഷ്യരാണ്. നമ്മൾ നോക്കുക, ഈ കേരളത്തിൽ അടുത്ത കാലത്തുണ്ടായിട്ടുള്ള എല്ലാ ഉരുൾപൊട്ടലിലും പ്രകൃതി ദുരന്തങ്ങളിലും എല്ലാ വിഷമം അനുഭവിച്ച തോട്ടം തൊഴിലാളികളാണ്. അതിൽ നല്ലൊരു പങ്ക് ഭാഷാ ന്യൂനപക്ഷങ്ങളാണ്, അതിൽ നല്ലൊരു പങ്ക് ദളിതരാണ്, എക്സ്ട്രീംലി വൾണറബിൾ ആയിട്ടുള്ള മനുഷ്യന്മാരാണ്. തോട്ട തൊഴിലാളികൾ എന്ന് പറഞ്ഞിട്ട് ഒരു തരത്തിലും നമ്മുടെ ഈ ഭൂപരിഷ്കരണത്തിൻ്റെയോ മറ്റ് സാമൂഹികമായ വളർച്ചയുടെയോ ഒന്നും പരിഗണന കിട്ടാതെ എല്ലാ മുഖ്യധാരയിൽ നിന്നും മാറിപ്പോയ വളരെ സാധാരണക്കാരായ മനുഷ്യരാണ് ഈ ദുരന്തങ്ങൾക്കെല്ലാം ഇരയായത്. അല്ലാതെ പുത്തുമലയിലും ചൂരന്മലയിലും റിസോർട്ട് ഉണ്ടാക്കിയവർക്ക് വലിയൊന്നും നഷ്ടപ്പെടാനില്ല. അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ പേരിൽ അടിസ്ഥാന സൗകര്യം പറഞ്ഞുകൊണ്ടും ഇപ്പം തുരങ്കപ്പാത വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോകുന്നവർക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ശരാശരിക്കാരൻ ജീവിക്കാൻ വേണ്ടി ചുരുങ്ങിയ വിലയ്ക്ക് ഭൂമി കിട്ടിയപ്പോൾ പോയി മേടിച്ച് താമസിച്ച ആളുകൾ, അതുപോലെ മോണോക്രോപ്പിംഗ് നടത്തി ഒരു നൂറ്റാണ്ട് മുൻപ് നിബിഡവനമായ സ്ഥലം വെട്ടിത്തെളിച്ച് തേയിലത്തോട്ടം ഉണ്ടാക്കിയപ്പോൾ അതിൽ ജോലി ചെയ്ത് ജീവിക്കാൻ വേണ്ടി പോയ സാധു മനുഷ്യന്മാരുടെ ജീവിതമാണ് ഇവിടെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു വർഗപരമായിട്ടുള്ള, ഇതിൻ്റെ ഒരു വംശപരമായിട്ടുള്ള, ഇതിൻ്റെ സാമൂഹ്യ ശാസ്ത്രപരമായ, അതിൻ്റെ പാരിസ്ഥിതികമായ അനീതികളെ അഡ്രസ്സ് ചെയ്യാത്ത ഒരു പുനരധിവാസം കൊണ്ട് നമുക്ക് കാര്യമില്ല. നമ്മൾ അപ്പോൾ ഇത് പറയുമ്പോൾ ആളുകൾ പറയുകയാണ് നിങ്ങൾക്ക് രാഷ്ട്രീയമുള്ളൂ. ഇത് രാഷ്ട്രീയത്തിന്റെ പ്രശ്നമല്ല. ഇത് ആര് ഭരിച്ചാലും, ഏത് രാഷ്ട്രീയ പാർട്ടി ഭരിച്ചാലും ഇത് രാഷ്ട്രീയമാണെങ്കിൽ ഷാജി, ആ രാഷ്ട്രീയം പറയേണ്ട ഒരു സമയം തന്നെയാണിത്. ഈ സമയത്ത് ഈ രാഷ്ട്രീയം തന്നെ പറയണമെന്നാണ് എനിക്ക് തോന്നുന്നു വ്യക്തിപരമായി. ഞാൻ അങ്ങനെയൊക്കെ വരാം. ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, ഈ പുനരധിവാസം എന്ന് പറയുമ്പോൾ പുനരധിവാസം ദുരന്തം ഉണ്ടായതിനു ശേഷമല്ല, അതിന് മുമ്പും നടത്തേണ്ട ഒരു കാര്യമാണ്. കേരളത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ സാധ്യതയുള്ള റെഡ് സോണുകളിൽ താമസിക്കുന്ന ഷാജി ഇപ്പോൾ ചൂണ്ടിക്കാട്ടിയ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർ, വർക്കിംഗ് ക്ലാസ് ആളുകൾ താമസിക്കുന്നുണ്ട്. അവരെ ഈ പറയുന്ന അടുത്ത ദുരന്തത്തിന് മുമ്പ് പുനരധിവസിപ്പിക്കേണ്ടതും സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ്. ഇവിടെ മുന്നറിയിപ്പ് സംവിധാനം പോലും പ്രവർത്തിക്കാത്തൊരു സാഹചര്യത്തിൽ അത്തരമൊരു പുനരധിവാസം വഴിയുള്ള ഡിസാസ്റ്റർ മിറ്റിഗേഷനെ കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ നമുക്ക്? നമ്മൾ ഈ കാര്യത്തെ കാണേണ്ടത്, നമ്മൾ വലിയൊരു വിഷമസന്ധിയിലാണ്. നമ്മളതല്ലാത്ത കാരണം കൊണ്ട്, ഇപ്പോൾ ഇവിടെ ഷാജി പറഞ്ഞ ചരിത്രപരമായ കാരണങ്ങളുണ്ട്. ഈ മുണ്ടക്കൈയും ചൂരൽമലയും ഒക്കെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ചരിത്രപരമായി തന്നെ അവിടെ ബ്രിട്ടീഷുകാർ തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്, കൊളോണിയസ്റ്റിന് വേണ്ടി വലിയ രീതിയിൽ മണ്ണൊരുക്കിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ പാരിസ്ഥിതിക ആഘാതം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ഭൂജൈവ ഘടനയുടെ സവിശേഷതയുണ്ടത് വളരെ ദുർബലമാണ്. പിന്നീട് എന്താണ് 2000-ന് ശേഷം നമ്മളെന്താ കണ്ടത്? ഗ്ലോബലൈസേഷന് ശേഷം ഈ R.C. ചൗധരി കമ്മിറ്റിയൊക്കെ, ഷാജി അന്ന് ഇന്ത്യൻ എക്സ്പ്രസിലുണ്ട് എന്നാണ് എൻ്റെ ധാരണ. R.C. ചൗധരി കമ്മിറ്റി റിപ്പോർട്ടൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടതില്ലേ? ഇവിടുത്തെ തോട്ടം മേഖല ഈ ഘാട്ടുകരാറിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നഷ്ടമാണെന്ന് വന്നപ്പോൾ ലാഭാക്കാൻ എന്താ പറഞ്ഞത്? തോട്ടത്തിൽ ഈ വൈവിധ്യവൽക്കരണത്തിൻ്റെ പേരിൽ റിസോർട്ടുകൾ തുടങ്ങാം. ആ റിസോർട്ടുകളൊക്കെ എന്താണ്, നീന്തൽക്കുളങ്ങൾ ഉണ്ടാക്കി, ഭൂമിയിൽ വലിയ ആഘാതം ഉണ്ടാക്കുന്ന ഇടപെടലുകൾ ഉണ്ടാക്കി. ഇതിൻ്റെയൊക്കെ തന്നെ ഒരുപാട് അനുഭവങ്ങളുള്ള ഭൂപ്രദേശമാണിത്. ഇത് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരു പ്രശ്നമല്ല, ഇത് ലളിതമായി കാണാൻ കഴിയുന്നില്ല. അപ്പോൾ നമ്മുടെ തന്നെ വികസന നയങ്ങളും നമ്മുടെ തന്നെ പരിഹാര മാർഗങ്ങളും എന്താണ് ഇവിടെ വലിയ വിഷമസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ചേർന്നാണ് ഇത്രയും പാരിസ്ഥിതികമായി ദുർബലമായ ഒരു പ്രദേശത്ത് എന്താണ് 37 സെൻറ്റിമീറ്റർ മഴ പെയ്യാണ്, ഭീകരമായ മഴയുണ്ടാവുകയാണ്. ഇവിടെ പുല്ലൂരുംപാറ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഞങ്ങളതിനെക്കുറിച്ച് അന്വേഷിച്ചൊരു, ഞാൻ അതിലൊരു കമ്മീഷണർ അംഗമായിരുന്നു. ഞാൻ ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ സുരേഷ് ജിയോളജിസ്റ്റിൻ്റെ നേതൃത്വം ഞങ്ങൾ അവിടെ പോയിരുന്നു, ഡോക്ടർ A. അച്യുതനെ കുറിപ്പിട്ട്. ഞങ്ങൾ അവിടെ അപ്പം പെയ്ത മഴ എന്താണ് 11 സെൻറ്റിമീറ്ററാണ്. ഇപ്പോൾ ഇവിടെ 37 സെൻറ്റിമീറ്ററാണ്. ഇങ്ങനെയും കനത്ത മേഘങ്ങൾ അവിടെ വന്ന് പെയ്യാൻ എന്താണ് കാരണം? അത് നമ്മുടെ ആരുടെയും കുറ്റമാണോ? മനുഷ്യരുടെ കുറ്റമാണോ? മനുഷ്യരുടെ ഇടപെടലിൻ്റെ കുറ്റമാണോ? അല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. വലിയ രീതിയിലുള്ള കാർബൺ ബഹിർഗമനവും അതുണ്ടാക്കിയ ഗ്ലോബൽ വാർമിങ്ങും അതിൻ്റെ ഭാഗമായിട്ട് പസഫിക്കിൽ ഉണ്ടായ വലിയ രീതിയിലുള്ള ചൂടും അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഗുജറാത്ത് മുതൽ വടക്കൻ കേരളം വരെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള മഴമേഘങ്ങൾ കനത്തത്. അങ്ങനെ കട്ടിമേഘങ്ങൾ വന്ന് വീഴുകയാണ് ഇവിടെ. ഇതിൻ്റെ ദുരന്തമാണ് നമ്മൾ അനുഭവിച്ചത്. അപ്പോൾ ഈ കാര്യങ്ങളെ നമുക്ക് സിമ്പിളായിട്ട് സമീപിക്കാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന ഒരു ലോകക്രമത്തിൻ്റെ വളരെ നിർഭാഗ്യകരമായ ഒരുപാട് ഘടകങ്ങൾ ഈ ദുരന്തത്തിന് പിറകിലുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഇവിടെ ഷാജി സൂചിപ്പിച്ചതുപോലെ, അജിംസ് പറഞ്ഞതുപോലെ ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകാം, കാലാവസ്ഥ വലിയ പ്രകോപനങ്ങൾ സൃഷ്ടിക്കാം. അതിന് മുൻകരുതലോടുകൂടി ഇടപെട്ട് പ്രവർത്തിക്കാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ കാലാവസ്ഥാ വാണിങ്ങും ഒക്കെ ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി വിവാദങ്ങൾ നമ്മൾ ഈ ഘട്ടത്തിൽ നടത്തി. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇതിനൊക്കെയുള്ള സംവിധാനങ്ങൾ കേരളത്തിലില്ല. കേരളത്തിലെ MP-മാർ തന്നെ ശക്തമായിട്ട് പാർലമെൻറ്റിൽ ആവശ്യപ്പെട്ടു കേരളത്തിൽ അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച്. കേന്ദ്ര കാലാവസ്ഥാ മുന്നറിയിപ്പ് കേന്ദ്രം എപ്പോഴാണ് നമുക്ക് വിവരം തന്നത്? അപ്പോൾ നമ്മൾ ഇവരെ ഒക്കെ തന്നെ പുനരധിവസിപ്പിക്കുന്നതൊക്കെയായി ബന്ധപ്പെട്ട് നമ്മുടെ വീഴ്ചകളിൽ ഒരു ഘടനാപരമായ പ്രശ്നമുണ്ട് എന്നുള്ള കാര്യം അജീംസ് കാണണം. അത് കേരളത്തിൻ്റെ മാത്രം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് കേരളത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മാത്രം പ്രശ്നമല്ല, നമ്മുടെ ഒരു ഘടനാപരമായ പ്രശ്നം ഇതിലുണ്ട്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം മാത്രം എളുപ്പമല്ല. പക്ഷേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മറ്റെല്ലാത്തിനും നമ്മളൊരു മാതൃക
ആയി നിന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ കാലാവസ്ഥാ കെടുതികളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ കഴിയുന്ന ഒരു വലിയ ആസൂത്രണം, ഒരു മാസ്റ്റർ പ്ലാൻ നമുക്കുണ്ടാവേണ്ടതുണ്ട്. അതിന് കഴിയുന്ന രീതിയിലുള്ള വിദഗ്ധന്മാരുടെയും അതുപോലെ തന്നെ ഏജൻസികളുടെയും ഒക്കെ തന്നെ വലിയ രീതിയിലുള്ള കൂട്ടായ്മ കേരളത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ സമകാലീന ചരിത്രത്തിൽ ഏറ്റവും വലിയ മനുഷ്യ ദുരന്തമാണ് ഈ മുണ്ടക്കൈയിലുണ്ടായിരിക്കുന്നത്, ചുരുൾമലയിലുണ്ടായിരിക്കുന്നത്. ആ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്ന് വലിയ പാഠങ്ങളാണ് നമുക്ക് നൽകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, ഇവിടെ എവിടെയെങ്കിലും കൊണ്ടുപോയി അവരെ പുനരധിവസിപ്പിക്കുക എന്നുള്ളതല്ല. അങ്ങനെ ഒരു പ്ലാൻ ഗവൺമെൻറ് കൃത്യമായിട്ട് വാസയോഗ്യമായ സ്ഥലം കണ്ടെത്തി അത് ടൗൺഷിപ്പാക്കി അവിടെ എല്ലാ ജീവനോപാധി മുതൽ എല്ലാ സൗകര്യങ്ങളും, ആരാധനയ്ക്കുള്ള സൗകര്യം വേണം, പഠിക്കാനുള്ള സൗകര്യം വേണം, എല്ലാ സൗകര്യങ്ങളും ഇവർക്ക് കൊടുക്കണം. കാരണം ഇവരെന്താണ്, ബന്ധുക്കളൊക്കെ നഷ്ടപ്പെട്ട അനാഥരായ ആളുകളുണ്ട്, പലതരം മനുഷ്യരാണ് ഇവരൊരു പ്രത്യേക രീതിയിലുള്ള മാനസികാവസ്ഥയിൽ ട്രോമയിലുള്ള ആളുകളാണ്. അത്തരം ആളുകളെ നമ്മുടെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി ഉയർത്തിക്കൊണ്ടുവരിക എന്ന് പറയുന്നത് വലിയൊരു ഉത്തരവാദിത്വം തന്നെയാണ്. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന കാര്യത്തിൽ ഇവിടെ എല്ലാവരും പറഞ്ഞ ഒരു വിഭാഗതയും പാടില്ല. ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല, ഒരു വിഭാഗതയും പാടില്ല. ഇപ്പോൾ ഒരു സ്റ്റേറ്റ്, നമ്മളൊരു സിവിൽ സമൂഹം എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ സമൂഹത്തിന് കീഴ്പ്പെട്ടതാണ്. അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. മതമുണ്ട്, മതസംഘടനകളുണ്ട്, സന്നദ്ധ സംഘടനകളുണ്ട്, NGOs ഉണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇത് സിവിൽ സമൂഹത്തിലെ സംഘടനകളാണ്. പക്ഷേ നമ്മളൊരു രാഷ്ട്രീയ സമൂഹത്തിൻ്റെ ഭാഗമാണ്. ആ രാഷ്ട്രീയ സമൂഹത്തിലെ അധികാര വ്യവസ്ഥയെ നിർണ്ണയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താണ്, സിവിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസാണ്, IAS-കാരാണ്. ആ രാഷ്ട്രീയ സമൂഹത്തിൻ്റെ പരിമിതികളുണ്ടാകാം, വിമർശനങ്ങളുണ്ടാകാം. ആ രാഷ്ട്രീയ സമൂഹത്തിന്, ഒരു ആധുനിക സ്റ്റേറ്റിന്, ഇതൊരു ഡെമോക്രാറ്റിക് സ്റ്റേറ്റാണ്, ആ സ്റ്റേറ്റിന് കീഴ്പ്പെട്ടുകൊണ്ട് മാത്രമേ സന്നദ്ധ സംഘടനകൾക്ക് പ്രവർത്തിക്കാൻ പറ്റൂ. IAS-കാർ കാര്യങ്ങൾ തീരുമാനിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. IAS-കാർ ഈ വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കണം. ആ രീതിയിൽ സ്റ്റേറ്റിന് അങ്ങനെ ഒരു സമീപനം ഉണ്ടാകും. എന്തായാലും തീർച്ചയായിട്ടും കേരളം ഈ കാര്യത്തിൽ വലിയ ഒരു മുൻകൈ ഈ ദുരനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുക്കാൻ പോവുകയാണ് എന്ന കാര്യമാണ് മുഖ്യമന്ത്രി വ്യക്തമാക്കിയത്. വലിയൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാകും, ടൗൺഷിപ്പ് ഉണ്ടാക്കണം, അതിനാവശ്യമായിട്ടുള്ള ആസൂത്രണം വേണം. ആസൂത്രണം, പ്ലാനിംഗ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ വിഭാഗത്തിലും പെട്ട വിദഗ്ധന്മാരുടെ അഭിപ്രായങ്ങളെ സമാഹരിക്കുമ്പോഴാണ് നമുക്ക് ശരിയായ ഒരു ആസൂത്രണം, ഒരു പ്ലാനിംഗ് ഉണ്ടാക്കാൻ പറ്റുക. ആ പ്ലാനിങ്ങിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ പോകാൻ, പ്ലാനിങ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അത് ഏതെങ്കിലും ഒരു കക്ഷിയുടെ പ്രശ്നമല്ല, ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ പ്രശ്നമല്ല. ഇവിടെ ഭരണപ്രതിപക്ഷ പ്രശ്നമൊന്നും ഈ കാര്യത്തിൽ, ഇതിൻ്റെ ഒന്നും അടിസ്ഥാനത്തിൽ ഇവിടെ വോട്ടൊന്നും ചെയ്യാൻ പോകുന്നത്. ഇവിടെ നൗഷാദ് അലി ആശങ്കപ്പെടേണ്ട, ആരും ഇതിൽ ഈ ഡിസാസ്റ്റർ ഇമേജ് ഒന്നും ആരും ഡെവലപ്പ് ചെയ്യാനൊന്നും പോകുന്നില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളെല്ലാം അറിയാവുന്ന ആളുകളാണ്. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള നല്ല ബുദ്ധിയുണ്ട്. അവർക്ക് ഈ കാര്യങ്ങളെല്ലാം തന്നെ നിരീക്ഷിക്കാനുള്ള കഴിവുണ്ട്. നമ്മളെല്ലാം തന്നെ ജനങ്ങളുടെ ഒരു മോണിറ്ററിങ്ങിന് വിധേയമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ നമ്മളെല്ലാം ഈ സമയത്ത് കാണിക്കേണ്ടത് എന്താണ്, മറ്റ് വിഭാഗീയ താല്പര്യങ്ങൾക്കപ്പുറത്ത് വലിയ മനുഷ്യവംശത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമാണ് കാലാവസ്ഥാ ദുരന്തങ്ങൾ. അത് ഇന്നുകൊണ്ട് അവസാനിക്കുന്നതല്ല. ഈ മുതലാളിത്ത ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം അത് ഇതിനേക്കാൾ നിർദ്ധേയമായ മാനങ്ങളിൽ ഇനിയും ആവർത്തിക്കപ്പെടുമെന്ന് കാണണം. അതിൽ നിന്ന് നമ്മുടെ ആളുകളെ രക്ഷിക്കാൻ ആവശ്യമായ മുൻകരുതലുകളാണ്, അതിനുള്ള പദ്ധതികളാണ്, പരിപാടികളാണ് നമ്മൾ ആവിഷ്കരിക്കേണ്ടത്. അത് തീർച്ചയായിട്ടും ഈ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ജനതയുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഉണ്ടാകണം. അതുപോലെ തന്നെ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുണ്ട്. ഈ കാര്യത്തിലൊക്കെ നയപരമായ, രേഖാപരമായ പല തീരുമാനങ്ങളും ഗവൺമെൻറ്റുകളും രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഓരോ ഘട്ടത്തിലും വെക്കാറുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ മലയാളികൾക്കാകെ ഒരു സമവായം ഉണ്ടാകണം, ധാരണയുണ്ടാകണം. ഭിന്നതകളെക്കാളേറെ ഈ കാര്യത്തിന് പരിഹാരമുണ്ടാക്കാനുള്ള വിട്ടുവീഴ്ചയില്ലാത്തൊരു നയസമീപനം പാരിസ്ഥിതിക കാര്യങ്ങളിൽ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് ഉണ്ടാകാനുള്ള വലിയ സംവാദങ്ങൾക്കും ഈ അവസരമുണ്ട്. പക്ഷേ ഇവിടെ ഷാജി പറഞ്ഞതിന് ഒരു ചെറിയ വിയോജിപ്പുണ്ട്. നമ്മളിപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തുന്ന സമയത്ത് അത്തരം തിസീസുകൾ ചർച്ച ചെയ്യട്ടെ എന്ന ഒരു നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ അത്തരം തിസീസുകൾ നമ്മുടെ ഈ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ ആഴത്തിൽ തന്നെ നമ്മൾ സമഗ്രമായ ഒരു ഈ വാദം അത് ഈ സമയത്താണോ ഇതൊക്കെ പറയുന്നുള്ള വാദം മുമ്പ് നമ്മൾ കേട്ടാണ്. പ്രളയത്തിന്റെ സമയത്ത് കേട്ടു, മറ്റ് പിന്നീട് ആ ദുരന്തം മറന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആരും ചർച്ച ചെയ്യാറില്ല. CPM ചർച്ച ചെയ്തിട്ടുണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ ചർച്ച ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്. അനുഭവങ്ങളിൽ നിന്ന് പാഠം പഠിക്കുക എന്ന് പറഞ്ഞാൽ ആ അനുഭവങ്ങളെ സാംശീകരിക്കുന്ന ഒരു സൈദ്ധാന്തികവൽക്കരണമാണ്. എന്താണ് ആ സൈദ്ധാന്തികവൽക്കരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പ്രായോഗിക പരിപാടികൾ ആവിഷ്കരിക്കുക. ഈ കാര്യത്തിൽ ഈ CPM-ഓ കോൺഗ്രസോ എന്നുള്ളതല്ല, നമുക്ക് ആർക്കും ഈ സിവിൽ സമൂഹത്തോടും രാഷ്ട്രീയ സമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള നമുക്ക് ആർക്കും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ആ ഒഴിഞ്ഞുമാറ്റം എന്നതാണ് നിർദ്ധയമായ ഈ കാലാവസ്ഥ കെടുതികൾക്ക് നമ്മുടെ ജനങ്ങളെ വിട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കും. അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം നമുക്കുണ്ടാവണം. നമുക്ക് കടുത്ത പാഠങ്ങളാണ് നമ്മുടെ ഓരോരുത്തരുടെയും നിരുത്തരവാദിത്വം, ഇക്കാര്യത്തിൽ അലസതയുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനു കൂടിയുള്ള വലിയ ഒരു പാഠമാണ് ഈ മുണ്ടക്കൈ നൽകുന്നത്. വലിയ വില കൊടുക്കേണ്ടി വന്നിരിക്കുകയാണ് നമ്മൾ. തീർച്ചയായിട്ടും ഇതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയുന്ന നമ്മുടെ ജനങ്ങളെ, ഇത്തരം പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളിൽ താമസിക്കുന്ന ജനങ്ങളെ സംരക്ഷിക്കാൻ, നമ്മളിപ്പോൾ ഇവിടെ ചർച്ചയിൽ നമ്മൾ ആഗോളതാപനത്തിൻ്റെ കാരണമൊക്കെ പറയണമെങ്കിലും അവരെ രക്ഷിക്കാൻ മുൻകരുതലുകൾക്ക് മാത്രമേ കഴിയൂ. ആ മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ കഴിയണം. അതിനാവശ്യമായിട്ടുള്ള നയവും പരിപാടിയും. മുൻകരുതൽ ദുരന്തങ്ങളിൽ വളരെ പ്രധാനമാണ്. അതിഥികളിലേക്ക് തിരികെ
ശ്രീ കെ പി നൗഷാദ് അലി, ഈ ഉരുൾപൊട്ടൽ ദുരന്തങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. അത് ബാധിക്കുന്നത് സമൂഹത്തിലെ ഏറ്റവും അടിത്തട്ടിലുള്ള മനുഷ്യരെയാണ്. അധ്വാനിച്ച് ജീവിക്കുന്ന കൂലിപ്പണിക്കാരായ, തോട്ടം തൊഴിലാളികളായ, അല്ലെങ്കിൽ മറ്റു ജോലികൾ ചെയ്യുന്ന ആളുകളെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തങ്ങൾ ഒഴിവാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചുള്ള ആശങ്ക സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു സാമൂഹിക ഘടനയിൽ ഭരണകൂടത്തിന് കുറവായിരിക്കും. ഇപ്പോൾ കൊച്ചി നഗരത്തിൽ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിൽ പുക വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശങ്ക ഒരിക്കലും ഇപ്പോഴും ഉരുൾപൊട്ടൽ മേഖലകളിൽ ജീവിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാരെ കുറിച്ചുള്ള ആശങ്ക കുറവായിരിക്കും. അത് ഏതെങ്കിലും സർക്കാരിൻ്റെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ കുഴപ്പമല്ല, നമ്മുടെ ഒരു സാമൂഹിക ഘടനയുടെ കുഴപ്പം കൂടിയാണ്. ഇന്ന് നാം കാണുന്നൊരു കാഴ്ച, ഹാരിസൺസ് മലയാളം ലിമിറ്റഡ് കൊടുത്ത 65 സെൻറ്റ് ഭൂമിയിലാണ് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ അടക്കം ചെയ്യുന്നത്. ഞാൻ സ്വാഭാവികമായും ചിന്തിച്ചത് വയനാട് പോലൊരു ജില്ലയിൽ സർക്കാരിന് ഭൂമിയില്ലേ എന്നാണ്. അപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ചപ്പോൾ അത് സർക്കാരിൻ്റെ ഭൂമി തന്നെയാണല്ലോ, അതിൻ്റെ ഉടമസ്ഥാവകാശത്തിന് വേണ്ടി ഹാരിസണുമായി കേസ് നടക്കുകയാണല്ലോ എന്നൊക്കെ ആലോചിച്ച് സമാധാനപ്പെട്ടു. ഇത് ഒരു വലിയ പ്രശ്നമാണ് നൗഷാദ് അലി. കാരണം ഞാൻ മുമ്പ് ഷാജി സൂചിപ്പിച്ചതുപോലെ ഈ ആളുകൾ എങ്ങനെ ഈ ഉരുൾപൊട്ടൽ മേഖലയിൽ വീട് വെച്ച് താമസിക്കുന്നു എന്നുള്ളത് നമ്മുടെ വലിയ തോതിലുള്ള ഒരു പോളിസി ഫെയിലിയറിൻ്റെ ഉദാഹരണം കൂടിയാണ്. ഈ തോട്ടം തൊഴിലാളികൾക്ക് സ്വന്തമായി ഭൂമിയില്ല. റിട്ടയർ ചെയ്തതിന് ശേഷം അവർക്ക് ലഭിക്കുന്ന അതുവരെ പണിയെടുത്തുണ്ടാക്കിയ പണം കൊണ്ട് 2, 3, 4, 5 സെൻറ്റ് വാങ്ങിയ ആളുകളാണ് ഈ മരിക്കുന്നത്. പെട്ടിമുടിയിൽ മരിക്കുന്നതാണ് ആരാണ്? അവിടുത്തെ തമിഴ് വംശജരായ തോട്ടം തൊഴിലാളികൾ. പുത്തുമലയിൽ മരിച്ചതാരാണ്? ഇപ്പോൾ നമ്മൾ മുണ്ടക്കയിൽ കാണുന്ന അതേ വർഗ സ്വഭാവമുള്ള ആളുകൾ. എന്നിട്ട് പറയുകയാണ് നമ്മൾ ഇപ്പോൾ ഇത് ചിന്തിക്കാൻ പാടില്ല, ഇത്തരം വിഷയങ്ങൾ ഉന്നയിക്കാൻ പാടില്ല. പിന്നെ എപ്പോഴാണ് ഇത് ഉന്നയിക്കപ്പെടുക? പിന്നീട് ഒരിക്കലും നമ്മൾ ഉന്നയിച്ച് കണ്ടിട്ടില്ല ഈ പ്രശ്നങ്ങളൊന്നും. പുത്തുമലയ്ക്ക് ശേഷമോ പെട്ടിമുടിക്ക് ശേഷമോ കവളപ്പാറയ്ക്ക് ശേഷമോ ഈ ആളുകൾ എങ്ങനെ ഈ ദുരന്ത മേഖലയിൽ താമസിക്കുന്നു എന്നതിനെക്കുറിച്ച് ആരും ആലോചിച്ചിട്ടില്ല. ഇപ്പോഴും റെഡ് സോണിൽ ആയിരക്കണക്കിന് കുടുംബങ്ങൾ ജീവിക്കുന്നു. ഈ ഓഗസ്റ്റ് മാസത്തിലും മഴ ശക്തമായി പെയ്യാൻ പോകുന്നു എന്ന യാഥാർത്ഥ്യം മുന്നിൽ നിൽക്കുന്നു. അജിംസെ, ഈ ലോകത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. കാരണം ലോകത്തെ എല്ലാ ദുരന്തങ്ങൾക്കും ഇരയാകുന്നത് ഇമ്മ്യൂണിറ്റി കുറഞ്ഞ, പ്രിവിലേജ്ഡ് അല്ലാത്ത, പിന്നെ ഏറ്റവും അടിത്തട്ടിലുള്ള ആ വർഗമാണ്. അതൊരു സ്വാഭാവികതയാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള ഗൗരവമായ ആലോചനയ്ക്ക് ഇത്തരം അവസരങ്ങൾ വഴിതെളിയിക്കട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, ഇപ്പോൾ കഴിഞ്ഞൊരു 7-8 വർഷത്തെ കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലം എടുത്ത് നോക്കിയാൽ എല്ലാ വർഷകാലവും എന്തെങ്കിലും ദുരന്തം നമുക്ക് സമ്മാനിക്കാതെ കടന്നു പോയിട്ടില്ല. ചിലപ്പോൾ അതിൻ്റെ ആധിക്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പഴയ കാലത്ത് ഇതുപോലെ ആയിരുന്നില്ല. ഒരു മിതോഷ്ണ കാലാവസ്ഥയും കൃത്യമായ ഇടവേളകളിൽ ലഭിക്കുന്ന വർഷമൊക്കെ നിറഞ്ഞ ഒരു സുന്ദരമായ ദൈവത്തിൻ്റെ നാട് എന്നൊക്കെ പറയാൻ അർഹതയുള്ളൊരു പ്രദേശമായിരുന്നു കേരളം. എന്നാൽ 7-8 വർഷമായിട്ട് നമ്മൾ അതിൽ നിന്ന് വലിയ വ്യത്യാസം കാണുന്നുണ്ട്. ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നത് കേരളത്തെ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുത നമ്മൾ അംഗീകരിച്ചേ തീരൂ. ഇനിയുള്ള നമ്മുടെ എല്ലാ ചുവടുകളും അത് ചെറിയ ഗ്രാമപഞ്ചായത്ത് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ ഇടങ്ങൾ തൊട്ട് സെക്രട്ടേറിയറ്റ് വരെയുള്ള പദ്ധതികളും ചിന്തകളും പുതിയ മുന്നോട്ടുള്ള പോക്കുകളും പുതിയ നിയമനിർമ്മാണങ്ങളും ഒക്കെ ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ, ഈ പാരിസ്ഥിതിക മാറ്റത്തിൻ്റെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടുള്ളതാക്കാൻ നമ്മളെല്ലാവരും അടിയന്തരമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളൊരു വസ്തുതയുണ്ട്. രണ്ടാമതായിട്ട് ഈ വയനാടിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, 1984 ഇതേ ചൂരൽമലയിൽ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ വാർത്തകളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പഴയ പത്രത്താളുകളൊക്കെ നമ്മൾ വായിക്കുകയുണ്ടായി. ഇവിടെ ഈ വയനാടിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ പ്രദേശങ്ങൾക്കും ഒരു ക്യാരിയിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മളിപ്പോൾ ചില പ്രദേശങ്ങളിലൊക്കെ ബഹുനില കെട്ടിടങ്ങളൊക്കെ പണിതു നിർത്തുമ്പോൾ ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിലൊക്കെ പരിശോധിക്കാറുണ്ട്, വലിയ പൈലിംഗ് ഒക്കെ നടത്തിയിട്ട്. അതുപോലെ ഈ ക്യാരിയിങ് കപ്പാസിറ്റി എന്നുള്ളതൊരു വലിയ പ്രത്യേകതയാണ്. എൻ്റെ അഭിപ്രായത്തിൽ വയനാട്ടിൽ 1000-നടുത്തോ മുകളിലോ റിസോർട്ടുകൾ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടുമുണ്ട്. ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ റീലുകളായിട്ട് അത് വന്ന ആളുകളെയൊക്കെ അങ്ങോട്ട് ആകർഷിച്ച് ആഴ്ചയുടെ അവസാനമൊക്കെ വയനാട്ടിൽ സൗകര്യം കുറഞ്ഞ റിസോർട്ടിലൊരു മുറി പോലും കിട്ടാനില്ലാത്ത അവസ്ഥ കഴിഞ്ഞ കുറേ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. അങ്ങോട്ടുള്ള ചുരം റോഡുകളൊക്കെ എല്ലാ സമയവും ബ്ലോക്കാകുന്ന ഒരവസ്ഥയുണ്ട്. പാതിരക്ക് അർദ്ധരാത്രി കുറച്ച് സമയം ഒഴിച്ചാൽ എല്ലാ സമയത്തും ചുരം റോഡുകൾ ബ്ലോക്കാണ്. ഇത്തരത്തിൽ വയനാട്ടിലൊരു അമിത ഉപഭോഗത്തിൻ്റെ ചൂഷണത്തിൻ്റെ അന്തരീക്ഷമുണ്ട്. അത് ഇടുക്കിയിലുണ്ട്, മൂന്നാറുണ്ട്, കേരളത്തിൻ്റെ മറ്റ് പല പുതിയ പ്രദേശങ്ങളിലുമുണ്ട്. അപ്പോൾ കക്കാടംപൊയിൽ എന്ന ഈ കോഴിക്കോടിൻ്റെയും മലപ്പുറത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന പ്രദേശം നമ്മുടെ തൊട്ടടുത്താണ്, അവിടെയുണ്ട്. ഇത്തരത്തിലൊക്കെ ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഇവിടെയൊക്കെ നിയമവിധേയമല്ലാത്ത നിരവധി നിർമ്മാണങ്ങൾ, ഖനനങ്ങൾ അടക്കം
അടക്കമുള്ളത് ഉണ്ട്. റെഡ് സോണുകളിൽ നിരവധിയായിട്ടുള്ള നിർമ്മാണങ്ങൾ നടക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ സർക്കാർ കർശനമായ നിയന്ത്രണവും നിയമവും കൊണ്ടുവരണം. അതിനൊരു അപവാദമുണ്ടാകാൻ പാടില്ല നിയമത്തിന്. അപ്പോൾ പ്രമുഖരെന്നോ അല്ലാത്തവരെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ നിയമം കർശനമായിട്ട് നടപ്പിലാക്കുന്ന ഇത്തരത്തിൽ പ്രത്യേക പരിരക്ഷ ആവശ്യമുള്ള പ്രദേശത്തിൻ്റെ ആ ഒരു വെർജിനിറ്റിയോ ഒരു ഫ്രഗൈൽ ആയിട്ടുള്ള ആ ഒരു പരിസരത്തെ കാത്തു സൂക്ഷിക്കാൻ ആവശ്യമായ ഇടപെടലുകൾ നമ്മൾ നടത്തണം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ റെഡ് സോണുകളുണ്ട്, ഇത്തരത്തിലുള്ള ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളുണ്ട്, അതിവർഷം കിട്ടുന്ന മേഖലകളുണ്ട്. അതൊക്കെ മുൻകൂട്ടി പ്രവചിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ ആളുകളെ താമസിക്കുന്നതിൽ നിന്ന് നിരുത്സാഹപ്പെടുത്തുകയോ അവിടെയുള്ള വീടുകളൊക്കെ ഉരുൾപൊട്ടൽ മുൻകൂട്ടി പ്രവചിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. ഈ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ ഒന്ന് പോയി നോക്ക്. ഉരുൾപൊട്ടൽ എന്നൊരു വാക്ക് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല ഈ 6 ദിവസം കഴിഞ്ഞിട്ടും. അല്ല, ഇത് ഹ്യൂം സെന്റർ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിവർഷം എന്ന് പറഞ്ഞാൽ 20 സെന്റിമീറ്റർ ആണ്. അതിന്റെ മുകളിൽ മഴ കിട്ടുക എന്ന് പറഞ്ഞാൽ ഈ അതിവർഷത്തിന് ഏത് വാക്കുപയോഗിച്ച് വിശേഷിപ്പിക്കണമെന്നറിയില്ല. അത്തരം വർഷപാതം ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും ഉരുൾപൊട്ടാൻ ലോജിക്കൽ ചോദിക്കട്ടെ. ഈ കഴിഞ്ഞ ആഴ്ച ആ 3 ദിവസം തുടർച്ചയായി കോഴിക്കോട് ജില്ലയിൽ മഴ പെയ്തുകൊണ്ടിരുന്നപ്പോൾ നൗഷാദിലേക്ക് സ്വാഭാവികമായ ഒരു ആശങ്ക ഉണ്ടായില്ലേ എവിടെയോ ഉരുൾപൊട്ടും എന്ന്? അല്ല, തീർച്ചയായിട്ടും ഞാൻ താമസിക്കുന്ന ഈ ഒരു ലേമാൻ ലോജിക്ക് നമ്മുടെ ഭരണകൂടത്തിന് ഇല്ലെന്നേ. ഈ ഒരു ലേമാൻ ലോജിക്കിൽ നമ്മൾ ആലോചിക്കേണ്ട റെഡ് സോണിൽ ആളുകൾ താമസിക്കുന്നൊരു തോന്നൽ ഭരണകൂടത്തിനുണ്ടാവണ്ടേ? തീർച്ചയായിട്ടും ഈ കാര്യത്തിലൊക്കെ ഈ പ്രാദേശിക ഭരണകൂടങ്ങൾ തൊട്ടുള്ള പിന്നെ സംസ്ഥാന ഭരണകൂടം വരെയുള്ളവർക്ക് നിർണായകമായ ഒരുപാട് ഇടപെടലുകൾ നടത്താനുള്ള അവസരമുണ്ട്. അവർക്ക് അതിനുള്ള ബാധ്യതയുണ്ട്. ഇതിന് ഉദ്യോഗസ്ഥ വൃന്ദമുണ്ട്. ഇപ്പോൾ ഞാൻ താമസിക്കുന്ന ഈ പ്രദേശത്തിനടുത്താണ് ഈ ഊറുങ്ങാട്ടിരി എന്ന് പറഞ്ഞ പഞ്ചായത്തുണ്ട്. ഈ കക്കാടം പൊയിൽ പ്രദേശമൊക്കെ അതിനടുത്താണ്. അവിടെയൊക്കെ നിരന്തരം ഉരുൾപൊട്ടുന്ന പ്രദേശങ്ങളാണ്. മഴ കനക്കുമ്പോൾ നമ്മളൊക്കെ അതിൻ്റെ സാധ്യതകൾ സ്വാഭാവികമായിട്ടും ഭയക്കുകയും നമ്മുടെയൊക്കെ വട്ടം കൂടൽ സംസാരത്തിൽ പോലും അത് വരികയും ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സംഭവിച്ചു എന്നുള്ളതിൻ്റെ ഞാൻ ഇനി അതിൻ്റെ ഒരു കുറ്റാരോപണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇവിടെ ഇത്തരം ഏരിയകളിൽ താമസിക്കുന്ന ആളുകളുടെ വീടിൻ്റെ നിർമ്മിതിക്ക് പോലും ചില ശാസ്ത്രീയ മാനദണ്ഡങ്ങൾ നമുക്കുണ്ടാക്കാൻ സാധിക്കും. അത്തരത്തിലൊക്കെയുള്ള വിദേശ മാതൃകകൾ മുമ്പിലുണ്ട്. അവിടെ നിന്നുള്ള താമസക്കാർ പിന്നെ കൂടുതൽ വീടുകൾ വരുന്നതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. അത്തരം ആളുകളെ മറ്റു സ്ഥലങ്ങളിലേക്ക് താമസിപ്പിക്കാനും അവർക്ക് സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനും ഒക്കെ ഇതിന് മുമ്പേ തന്നെ ശ്രമിച്ചാൽ ഇത്തരം അത്യാഹിതങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാകും. പിന്നെ ഈ തീർച്ചയായിട്ടും ഇതിന് ആഗോള താപനമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി സ്വാഭാവികമായിട്ടും ഇതിന് ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ കാലാവസ്ഥ വ്യതിയാനത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ലോകത്തുടനീളം ഇടപെടാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിന് പകരം മാറിയ ലോക സാഹചര്യങ്ങൾക്ക് ഒത്തുപോകുന്ന അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുന്ന മാർഗങ്ങൾ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. എനിക്ക് ഇടതുപക്ഷ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കാനുള്ളത് ഈ കേരയിൽ പോലെയുള്ള പദ്ധതികളിൽ നിന്ന് ഞങ്ങൾ പിന്മാറുകയാണ് എന്നൊരു പ്രഖ്യാപനമെങ്കിലും ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ മുൻനിർത്തി പ്രഖ്യാപിക്കാൻ അവർ തയ്യാറാകണം. കാരണം കേരളത്തെ കീറിമുറിച്ചു കൊണ്ടുപോകുന്ന ഒരു പദ്ധതിയും ഒരുപാട് പാരിസ്ഥിതിക പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൊട്ടുള്ളവരൊക്കെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ നമ്മുടെ ഒരു വികസന സംസ്കാരത്തെ പുതിയ നമ്മുടെ കാലാവസ്ഥാ മാറ്റവുമായി ബന്ധപ്പെടുത്തി പുനർനിർവചിക്കേണ്ട ഒരു ഘട്ടത്തിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. അത്തരത്തിൽ ചിന്തിക്കാനുള്ള സർക്കാരുകളും ഒരു ബ്യൂറോക്രസിയും കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെ ഒരു ശൈലി ഇവിടെ രൂപപ്പെടേണ്ടതുണ്ട്. ശരി, ശ്രീ കെ ഷാജി, ഇവിടെ ഈ റെഡ് സോണിലുള്ള മുഴുവൻ കുടുംബങ്ങളെയും പുനരധിവസിപ്പിക്കുക, അതായത് ദുരന്തത്തിൻ്റെ ഒരു ലഘൂകരണം എന്ന അർത്ഥത്തിൽ. കാരണം ഇനിയും ഈ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ ഇനി മഴ പെയ്യാൻ പോവാണ്. അടുത്ത വർഷവും ഇതേ കാര്യങ്ങൾ ആവർത്തിക്കും. ഇന്ന് വയനാടാണെങ്കിൽ നാളെ ചിലപ്പോൾ ഇടുക്കിയായിരിക്കും. നമുക്കൊന്നും പ്രവചിക്കാൻ കഴിയില്ല. ഈ സർക്കാരിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്ലാൻ ദീർഘകാല പദ്ധതിയായി അവതരിപ്പിക്കുന്നതാണ് നല്ലത്. അത് വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുണ്ട്. രണ്ട് തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഒന്ന് ഷോർട്ട് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, ലോങ് ടൈമിൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ സർക്കാർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഈ മേഖലയിലുള്ള അന്താരാഷ്ട്ര വൈദഗ്ധ്യം, അതിൻ്റെ അറിവ്, അതിൻ്റെ പരിജ്ഞാനമുള്ള ആളുകളെ, ഏറ്റവും കഴിവുള്ള ആളുകളെ, അത് മലയാളികൾ തന്നെ ആവണമെന്നില്ല, അല്ലാത്ത ആളുകളെ ആവാം, അവരെ കൊണ്ടുവന്ന് ആ ആളുകളുടെ അഭിപ്രായങ്ങൾ എടുത്തുകൊണ്ട് പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ മുന്നോട്ട് ചെയ്യാൻ സമയബന്ധിതമായി ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് സർക്കാർ ചിന്തിക്കണം. ഇപ്പോൾ നേരത്തെ നമ്മളിവിടെ അജിംസ് സൂചിപ്പിച്ച ഒരു കാര്യം, ഇത് പാവപ്പെട്ട മനുഷ്യരെയാണ് ഈ പ്രകൃതി ദുരന്തങ്ങൾ ബാധിക്കുക എന്നുള്ളൊരു പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തുപോയത്, നമ്മളൊക്കെ ജീവിതത്തിൻ്റെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് പ്രകൃതി ദുരന്തങ്ങളെ സംബന്ധിച്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെന്നൈയിൽ നടന്ന വലിയൊരു വെള്ളപ്പൊക്കമാണ്. അപ്പോൾ ആ വെള്ളപ്പൊക്കത്തിൻ്റെ കാലത്ത് ഞാനിങ്ങനെ ഓർത്തു, ആ സമയത്ത് 2800 കോടി രൂപയുടെ ടേൺ ഓവറുള്ള മുരുകപ്പ ഗ്രൂപ്പിൻ്റെ ഉടമ
ഒരു കൈലി മുണ്ടെടുത്ത് ഒരു കറുത്ത ഷർട്ട് ഇട്ട് അതിലവന്ന് ഏതോ ഒരു മത്സ്യത്തൊഴിലാളി കൈ നീട്ടിയപ്പോൾ ആ കയ്യിൽ പിടിച്ച് അയാളുടെ ബോട്ടിൽ കയറിയിരുന്ന് കയ്യിലൊരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ കുറച്ച് രേഖകളുണ്ടായിരുന്നു. അങ്ങനെ വലിയൊരു കോടീശ്വരൻ പോലും വിനീതമായി പോകുന്നൊരവസ്ഥ നമ്മൾ കണ്ടതാണ്. 2018 ചെങ്ങന്നൂർ നമ്മുടെ ഫ്ലഡ് ഉണ്ടായ സമയത്ത് ചെങ്ങന്നൂരിലൊക്കെ അമേരിക്കൻ പണം വീട്ടിലുള്ള ഒരുപാട് കോടീശ്വരന്മാർ അവിടെ വീട് വിട്ട് ക്യാമ്പിലേക്ക് പോകാൻ വിസമ്മതിച്ചപ്പോൾ പോലീസിന് പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ട അവസ്ഥ വന്നതാണ്. കാരണം അവർക്ക് അവരുടെ സമ്പാദ്യങ്ങളൊക്കെ വിട്ടുപോകാൻ മടിയുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് നമ്മൾ ഈ പുത്തുമലയിലേക്ക് അല്ലെങ്കിൽ ചൂരൽമലയിലേക്ക് മുണ്ടക്കൈയിലേക്ക് നോക്കുമ്പോൾ ഇവിടുത്തെ പാവങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ ചെറിയ ചെറിയ വരുമാനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർ ഉറങ്ങിയ ഒരു രാത്രിയിൽ അവർ തങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും അറിയാതെ പോയ മനുഷ്യരാണ്. ഇവിടെ നമ്മുടെ മുന്നിലുള്ള വലിയൊരു പ്രശ്നം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് തന്നെ ധാരണ വേണ്ടേ? നമ്മുടെ മുൻഗണന എന്താണ്? നേരത്തെ നൗഷാദ് അലി പറഞ്ഞതുപോലെ ഇതൊരു കേരളയിലോ അല്ലെങ്കിൽ ടണൽ റോഡോ ഇത്തരത്തിലുള്ള പദ്ധതികളൊക്കെ ഇനി നമുക്കിത് വേണോ? ഇതിനെക്കുറിച്ചൊക്കെ ഒരു വലിയൊരു പുനരാലോചനയ്ക്ക് കൂടി സംസ്ഥാന സർക്കാർ തയ്യാറാവണ്ടേ? നമ്മളെ 2012 പ്രളയം മുതൽ ഇന്ന് വരെയുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങൾ നമ്മളെ എന്താണ് പഠിപ്പിച്ചിട്ടുള്ളത്? നമ്മൾ നോക്കുക. ഇപ്പോൾ ഈ ദുരന്തം ഉണ്ടായപ്പോൾ ഞാൻ ഇന്നലെ തമിഴ്നാട്ടിലെ പത്രങ്ങൾ നോക്കുമ്പോൾ തമിഴ്നാട് സർക്കാർ നീലഗിരി ജില്ലയിലെ രാഷ്ട്രീയ നേതാക്കന്മാർ, MLA-മാർ, MP, അതുപോലെ തന്നെ പരിസ്ഥിതി പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകരുടെ വലിയൊരു യോഗം വിളിച്ചിരിക്കുകയാണ്. കാരണം നീലഗിരി ജില്ല വയനാടിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ്. വയനാട്ടിൽ നടക്കുന്നതിന് സമാനമായ ദുരന്തങ്ങൾ പലപ്പോഴും സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്ത് പരിഹാരം എന്നുള്ളതിനെക്കുറിച്ച് തമിഴ്നാട് സർക്കാർ വളരെ കൃത്യമായി ആലോചിക്കാൻ തുടങ്ങി. 2018 ശേഷം നീലഗിരിയിലും മറ്റ് പരിസ്ഥിതി വൾണറബിൾ മേഖലകളിലും ഹില്ലി ഏരിയയിലും തമിഴ്നാട്ടിൽ കുപ്പിവെള്ളം പോലും വിൽക്കുന്നില്ല. ചില്ലുകുപ്പിയിൽ 80 രൂപ കൊടുക്കണം നിങ്ങൾക്കൊരു കുപ്പി വെള്ളം ഊട്ടിയിൽ കിട്ടണമെങ്കിൽ. അതുപോലെ തന്നെ ഒരു കോറി പോലും നീലഗിരി പ്രവർത്തിക്കുന്നില്ല. മണൽ വാരുന്ന പരിപാടി നിർത്തി. പാരിസ്ഥിതികമായ ദുരന്തമുണ്ടാക്കുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിയെ നശിപ്പിക്കുന്ന, കാട് കയ്യേറുന്ന ഒരു വികസനവും വേണ്ട എന്നാണ് തമിഴ്നാട് തീരുമാനിച്ചത്. നമ്മളെന്താണ് പഠിച്ചത്? നമ്മൾ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങൾക്ക് സംവാദം എന്ന് പറയുന്നത് എന്താ? ദുരന്തങ്ങളൊക്കെ സംഭവിക്കും, ദുരന്തത്തിൻ്റെ ഇരകളെ ഞങ്ങൾ രക്ഷിക്കും. കാലാവസ്ഥ മാറ്റം സംഭവിച്ചാൽ അത് നമ്മളല്ല ഉത്തരവാദികൾ. അതിന് നമുക്ക് ദുരന്തത്തിലുള്ള ആളെ രക്ഷിക്കാൻ നല്ല രക്ഷാപ്രവർത്തനം നടത്തും. പക്ഷെ ഞങ്ങൾ ഒരു മാറ്റവുമില്ലാതെ പരിസ്ഥിതിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകും. നമ്മൾ ആ ഒരു പരിസ്ഥിതി ഫണ്ടമെന്റലിസ്റ്റുകളല്ല. പക്ഷെ ഇവിടെ ആഗോള പ്രതിഭാസം, കാലാവസ്ഥാ മാറ്റവും ആഗോള താപനവും വലിയ പ്രശ്നം തന്നെയാണ്. ഒപ്പം തന്നെ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ അഗ്രിവേറ്റ് ചെയ്യുന്ന, തീക്ഷ്ണമാക്കുന്ന, ദുരന്തത്തെ രൂക്ഷമാക്കുന്ന ഒരുപാട് മാനുഷികമായ ഘടകങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണ്ടേ? ഇപ്പം ഹ്യൂംസിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇന്ത്യ രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു ഗവേഷണ സ്ഥാപനമായ വയനാട്ടിലെ ഹ്യൂംസ് എന്ന് പറയുന്ന ചെറിയൊരു സംഘടന അവർ കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയുമായി ചേർന്നുകൊണ്ടാണ് ആ പ്രവചനം നടത്തിയത്. അവരെങ്ങനെയാണ് വയനാടിൻ്റെ വൾണറബിലിറ്റി മാപ്പ് ഉണ്ടാക്കി, എവിടെയൊക്കെയാണ് ദുരന്തം ഉണ്ടാവുക നോക്കി. അങ്ങനെ 250 സ്ഥലത്ത് മഴ മെഷർ ചെയ്യാനുള്ള യൂണിറ്റുകൾ സ്ഥാപിച്ചു. അത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ജില്ലാ ഘടകത്തിന് അവർ കൈമാറുകയാണ് ചെയ്തത്. പിന്നീട് അതിന് ശേഷം എന്താണ് സംഭവിച്ചതുകൊണ്ട് അവരുടെ ഉത്തരവാദിത്വമല്ല നമുക്ക് പറഞ്ഞുകൂടാ. ഈ രീതിയിലുള്ള പ്രവർത്തനം. പിന്നെ ചില വാർത്തകൾ കണ്ടു, ചില ഇൻഫർമേഷൻ കിട്ടി. ഈ ഹ്യൂംസ് ചെയ്തതുപോലുള്ള മൈക്രോ ലെവലിലുള്ള പ്രവചനം സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കാനുള്ള സംവിധാനം കൊണ്ടുവരാൻ സർക്കാർ ആലോചിക്കുന്നു. വളരെ നല്ല കാര്യമാണ്. കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തില്ലേ, ഇപ്പോൾ ഈ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പ്രവചനങ്ങൾ, കാലാവസ്ഥ മെറ്റീരിയോളജി വകുപ്പിൻ്റെ പ്രവചനങ്ങൾ, ഇതെല്ലാം സമയമെടുക്കുന്നു, ഒരുപാട് വൈകി പോകുന്നു. ഇവിടെയാണ് ഇപ്പോൾ കൊച്ചിൻ സയൻസ് ആൻഡ് ടെക്നോളജി യൂണിവേഴ്സിറ്റിയെ പോലെ, ഹ്യൂംസ് പോലെയുള്ള, അതുപോലെ തന്നെ സസക്സ് യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഗവേഷണ പ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുള്ള വികേന്ദ്രീകൃതമായിട്ടുള്ള കാലാവസ്ഥാ പ്രവചനം. അത് നമുക്ക് വലിയൊരു കാര്യമാണ്. ഇപ്പം തിരുവനന്തപുരത്തെ മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഒരുപാട് മരണങ്ങളും ദുരന്തങ്ങളും ഒഴിവാക്കുന്നതിൽ വളരെ ശാസ്ത്രീയമായി നടപ്പാക്കിയ ഈ വികേന്ദ്രീകൃതമായ പൊതുജന പങ്കാളിത്തമുള്ള വിദഗ്ധരും സാധാരണ മനുഷ്യരും ഒന്നു ചേരുന്ന ഡെയിലിയുള്ള കാലാവസ്ഥാ പ്രവചനം ഗുണം ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ വൾണറബിൾ ആയിട്ടുള്ള കുന്നിൻ മേഖലകളിൽ, ഹിൽ ഏരിയയിൽ, വെസ്റ്റേൺ ഗട്ട്സിൽ ഈ ഹ്യൂംസിൻ്റെ ഇപ്പോഴത്തെ വയനാട്ടിലൊരു മോഡൽ, ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഒരു മോഡലാണ്. ആ സംഭവം നമ്മൾ കേരളത്തിൽ വ്യാപകമായി നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സ് ഉടനീളം വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും, കാരണം നമ്മൾ വികേന്ദ്രീകരണത്തിൽ ഒരുപാട് മേഖല കണ്ട ആൾക്കാരാണ്, നമ്മൾ ജനകീയ ആസൂത്രണം കണ്ട ആളുകളാണ്, ഒരുപാട് സക്സസ് സ്റ്റോറി കണ്ട ആൾക്കാരാണ്. വികേന്ദ്രീകൃതമായ കാലാവസ്ഥാ പ്രവചനം ഉണ്ടാകുന്നു. അത് കൃത്യമായിട്ട് നമ്മൾ സർക്കാരിനെ അറിയിക്കുന്നു, സമൂഹത്തെ അറിയിക്കുന്നു. അത് ഏത് ഗവേഷകർക്കോ മറ്റുള്ള ആളുകൾക്കോ ഓരോ ദിവസവും അവർക്ക് വേണ്ട വിവരം അതൊരു പബ്ലിക് സോഴ്സിൽ നിന്ന്, ഒരു ആപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു വെബ്സൈറ്റിൽ നിന്ന് ആളുകൾക്ക് എടുക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ കുറെ കൂടി കൃത്യമായി നമുക്ക് എന്താ അറിയോ, ദുരന്തം മുൻകൂട്ടി പ്രവചിക്കാൻ കഴിയും, ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിയും. അങ്ങനെ വലിയ മനുഷ്യർക്ക് വരുന്ന ദുരന്തമെങ്കിലും മാറ്റിയെടുക്കാൻ പറ്റും.
അപ്പം ഇങ്ങനെ ഒരു ബഹുതല സ്പർശിയായിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ശ്രമങ്ങളാണ് നമുക്ക് വേണ്ടത്. അല്ലാതെ ഇത് നമ്മളൊരു ഷോ വർക്കല്ല. കാരണം ഒരു ദുരന്തം നടക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. 1984 ഇതേ മുണ്ടക്കയിൽ ഉരുൾപൊട്ടിയപ്പോൾ അന്ന് കേരളം കണ്ട ഏറ്റവും വലിയ മഹാന്മാരായ മാധ്യമപ്രവർത്തകരായ കെ ജയചന്ദ്രൻ അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയപ്പോൾ അദ്ദേഹം കണ്ടതാണ് 2 പോലീസുകാർ അവിടെ രക്ഷാപ്രവർത്തനം എന്ന ആളുകളുടെ കയ്യിൽ കിട്ടിയ ഒരു കാട്ടുപന്നിയുടെ ഇറച്ചി എടുത്ത് വണ്ടി കയറ്റി ഞങ്ങളുടെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് കാട്ടിറച്ചി നിന്നിട്ട് കുറേ കായി അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണെന്ന് പറഞ്ഞ് വണ്ടി കയറ്റി. അന്നത്തെ മാതൃഭൂമിയിൽ പിറ്റേ ദിവസം വാർത്ത വന്നത് ദുരന്തത്തിലും അവരുടെ നോട്ടം പന്നിയിറച്ചി ഒന്നായിരുന്നു. അതിൻ്റെ മുകളിലാണ് ആ മനുഷ്യനെ കള്ളക്കേസിൽപ്പെടുത്തിയ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുകയും കേരളം കണ്ട വലിയൊരു മാധ്യമപ്രവർത്തകരുടെ ചെറുത്തുനിൽപ്പ് വരെ ഉണ്ടായത്. അപ്പൊ ഇവിടെ എന്താ അറിയോ, മാധ്യമങ്ങളായാലും ശാസ്ത്രജ്ഞരായാലും വിദഗ്ധരായാലും ആളുകൾ അത് എവിടെ കണ്ടാലും അത് അന്നായാലും ഇന്നായാലും പോരായ്മകൾ കണ്ടാൽ ചൂണ്ടിക്കാണിക്കണം. ആ പോരായ്മകൾ കണ്ട് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് കുത്തിത്തിരിപ്പല്ല, അതിനെ കുത്തിത്തിരിപ്പ് എന്ന് വിളിക്കുന്നതും ആ പദപ്രയോഗവുമാണ് കേരളം നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. ഒരാളൊരു കാര്യം പറയുമ്പോൾ എതിരഭിപ്രായം പറയുന്നത് ഡിസെന്റിന് നമ്മളൊരു തരം എന്താ പറയുക ഒരു ക്രിമിനൽ കുറ്റമാക്കി മാറ്റുന്ന ഒരവസ്ഥ, എതിരഭിപ്രായം പറയുന്നവരുടെ പേരിൽ മുഴുവൻ കേസെടുക്കുന്ന ഒരവസ്ഥ, ഇതൊന്നുമല്ല ശരിയായ രീതി. നമ്മൾ അഭിപ്രായങ്ങൾ പറയണം, പല അഭിപ്രായങ്ങൾ വരണം. ഇപ്പൊ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാർ തുറന്ന മനസ്സോടെ ശരിയായ കാര്യങ്ങൾ ഏറ്റെടുക്കാനും അല്ലാത്ത കാര്യങ്ങൾ തള്ളിക്കളയാനും തീർച്ചയായിട്ടും നോക്കണം. കാരണം ദുരുപദിഷ്ടിതമായിട്ടുള്ള അല്പത്തരമായിട്ടുള്ള മിസ്ലീഡിംഗ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വ്യാജ വിദഗ്ധന്മാർ വന്നിട്ടുണ്ടെങ്കിൽ അത് സർക്കാർ തള്ളിക്കളയണം. കാരണം സർക്കാർ അനുഭവ പരിജ്ഞാനമുണ്ട്, സർക്കാരിനുള്ളിൽ തരം വിദഗ്ധന്മാരുണ്ട്, നെല്ലും പതിരും തിരിച്ചറിയാൻ പറ്റുന്ന ആളുകളുണ്ട്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൽ പോലും നല്ല വിവേകവും വിജ്ഞാനവും കഴിവുമുള്ള ആളുകളുണ്ട്. അപ്പൊ ഈ ആളുകളുടെ എല്ലാം അപ്പൊ തന്നെ ഈ സഖാവ് കുഞ്ഞിക്കണ്ണനെ പോലെ ഞാൻ ഓർക്കുകയാണ്, ഒരുപാട് കാലം വയനാട്ടിലെ പാരിസ്ഥിതികവും സാമൂഹികവും അതിജീവനപരമായ പ്രശ്നങ്ങളുമായിട്ട് വളരെ അടുത്ത് ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവ സമ്പത്തുള്ള ആളുകളാണ് അദ്ദേഹത്തെ പോലുള്ള ആളുകൾ. അപ്പോൾ പലപ്പോഴും പാർട്ടിയിലായാലും സർക്കാരിലായാലും അദ്ദേഹത്തെ പോലുള്ള ആളുകളിൽ നിന്ന് കേൾക്കാൻ പാർട്ടി തയ്യാറാവണം. അപ്പം അങ്ങനെ വരുമ്പോൾ മാത്രമേ നമുക്കൊരു കുറ്റമറ്റ രീതിയിൽ, കാരണം ഇതിനൊരു ജനാധിപത്യവൽക്കരണം വേണം. അത് പരിഹാരമായാലും നാളേക്ക് ഇത് എങ്ങനെ പരിഹരിക്കണം എന്നുള്ള കാര്യത്തിലായാലും ഒരു സമീപനം എടുക്കുന്നതിൻ്റെ കാര്യത്തിലായാലും ഇത് എങ്ങനെ നമുക്ക് അഡ്വാൻസ് വെതർ മുന്നറിയിപ്പ് നൽകുന്നതിൻ്റെ കാര്യത്തിലായാലും ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്നതിലാകട്ടെ ആളുകളെ പുനരധിവസിപ്പിക്കുന്നതിലാകട്ടെ എല്ലാ കാര്യവും ഒരു ജനാധിപത്യം തന്നെയാണ് നമ്മൾ നയിക്കേണ്ടത്. അപ്പം അത് ബഹുതല സ്പർശിയായിട്ടുള്ള സമഗ്രമായിട്ടുള്ള എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഒരു രീതിയിലായി കഴിഞ്ഞാൽ മാത്രമേ ഒരു കേരളത്തിന് മോഡൽ ഉണ്ടാക്കുകയുള്ളൂ. അല്ലാണ്ട് 2012 പ്രളയത്തിൽ നമ്മൾ പഠിച്ചില്ല, പെട്ടിമുടിയുടെ ദുരന്തത്തിൽ നിന്ന് നമ്മൾ പഠിച്ചില്ല, കവളപ്പാറയിലെ ദുരന്തത്തിൽ നിന്ന് നമ്മൾ പഠിച്ചില്ല. ഇനി എന്താണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. നവകേരള നിർമ്മിതി എന്ന് പ്രഖ്യാപിച്ച മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോഴും നമുക്കുള്ളത്. റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് എന്നൊരു പദ്ധതിയുടെ തുടർച്ചയും ഇപ്പോഴുമുണ്ട്. നമുക്ക് മുൻ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ പഠിച്ച് വയനാട് ദുരന്തത്തിന് ശേഷം നാം എന്ത് ചെയ്യുന്നു, അതിനെത്രമാത്രം ഭരണകൂടം കാതോർത്ത് ചെവി തുറന്നിരിക്കുന്നു, ആരുടെയൊക്കെ ശബ്ദം കേൾക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. വളരെ നന്ദി ശ്രീ കെ ടി കുഞ്ഞിക്കണ്ണൻ, കെ പി നൗഷാദ് അലി, ശ്രീ കെ ഷാജി, ഇത്രയും സംസാരിക്കുന്നു.